കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവരൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങ് തെളിഞ്ഞു വരാതിരിക്കത്തക്ക രീതിയിൽ തടസ്സമായി നിൽക്കുന്നത് ഇന്ന് പൊടിഞ്ഞു പോകുന്ന ദിവസമാകണം. വചനം ചെന്ന് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനായിട്ടത്രേ ഇന്ന് രാത്രി അടിയനെ ഇവിടെ അയച്ചത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിച്ചു എന്ന് കേൾപ്പാൻ ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നപ്പ. വേറൊന്നും വേണ്ട, കുറച്ച് സാക്ഷികളെ എഴുന്നേൽപ്പിച്ചാൽ മതി. അതിനു വേണ്ടി മാത്രം അങ്ങയുടെ സന്നിധിയിൽ അടിയൻ നിൽക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വരുന്നു. ഈ വചനം ചെന്ന് പലർക്കും എന്തു പറയുന്നോ അത് വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ അവർക്കത് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഫലിക്കണം. അപ്പ അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം തുറക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും കൂടെ. നിങ്ങളതീവ സന്തോഷത്തോടാണെന്നുള്ള വിചാരത്തോടു കൂടി ഇന്നലെ നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 25, 26, 27, 28 ആയിരുന്നു. സ്തോത്രം. ഇന്നലെ വരാത്ത പലരും ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ മുതിരുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. ബൈബിൾ തുറന്ന് എല്ലാവരും ആ വാക്യം നോക്കാൻ ആവശ്യപ്പെടുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 25, 26, 27, 28. എന്താണ് വാക്യം? എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തിരിക്കുകയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ചു എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. അടുത്തത്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും. മതി പാസ്, അത്രയും മതി. സ്തോത്രം, അത്രയും മതി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തെഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് വേദപുസ്തകം ഒരു അടുക്കും ചിട്ടയുമായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ കർത്താവിൻ്റെ സഭ സംജാതമാകും. അതിൽ ഉടലെടുക്കുന്നത് മാളികമുറിയിലാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതോടുകൂടെയാണ്. അപ്പം അന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളുകളെക്കുറിച്ച് കണ്ടു നിന്ന ആളുകൾ തെറ്റിദ്ധരിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന്, മറ്റൊരും കൂടെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്താണെന്ന്, യഹൂദന്മാരാണല്ലോ, യഹൂദൻ്റെ നാട്ടിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പം അത് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കർത്താവിനെക്കുറിച്ച് പറയാൻ സങ്കീർത്തനത്തിലൊരു വാക്യം സ്തോത്രം ഇവിടെ എടുത്ത് പറയുകയാണ്. അതാണ് നമ്മൾ ഈ ഇവിടുത്തെ മോൺട്രിയാൽ കൺവെൻഷനായിട്ട് ക്രമീകരിച്ചിരിക്കുമ്പോൾ എന്നെ പ്രാർത്ഥനയിൽ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പശ്ചാത്തലം ഞാനൊരു വചനം പറയുന്ന ആളായതിനെ വലിയ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കുള്ള ദൂതാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പെറുക്കി തരാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ വാചകമാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 16-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യത്തിനകത്ത് വെച്ചിരിക്കുന്നു എന്നാണ്. സ്തോത്രം. വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സ്പിരിച്വാലിറ്റിയിൽ ബെസ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആത്മീകത്തിനെല്ലാത്തിനും നമുക്കൊരു റോളുണ്ട്. വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ദൗത്യമാണ്. നമ്മളെന്ത് മുമ്പിൽ വെക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതം. സ്തോത്രം. അപ്പോൾ ബാക്കിയെല്ലാം പ്രശ്നങ്ങളുണ്ട്, കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ലോകത്തിൽ ലോക സഹജമാണ്. പക്ഷെ നമ്മൾ എന്താണോ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതായിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ ചിന്തിച്ചു വെക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ, വെക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. സ്തോത്രം. അത് ഞാൻ പറഞ്ഞു, ഇനി അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങൾ അതിന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതൊരു 3-4 ദിവസത്തേക്ക് പ്രസംഗിക്കാനുള്ള വകയുണ്ട്. പക്ഷേ അതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മുമ്പിൽ വെച്ചാലുള്ള ഗുണം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു വിടാം. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പെടട്ടെ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 25-ാം വാക്യം, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് അതിൻ്റെ ഗുണമാണ്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത പറയാം, എന്നെ ശ്രദ്ധിച്ചായിരിക്കുന്നെങ്കിൽ. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഗുണമുണ്ടാവും. നിങ്ങൾ കേട്ടില്ല, ഒന്നോടെ പറയാം. സ്തോത്രം. ഇന്ന് രാത്രി വൈകുന്നേരം നിങ്ങൾ ഇവിടെ വരെ വന്നു, ഇവിടെ വന്നിരുന്നു. ഇനി വന്നിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ വരെ വന്നതിനൊരു ഗുണമുണ്ടാവും. അതാണ് ദൈവസന്നിധിയിലെ പ്രത്യേകത. ഇവിടെ വന്ന സ്ഥിതിക്ക് 4 സ്തോത്രം പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഗുണമാവും. ആ പറയുന്നത് ഇച്ചിരി ഒച്ചയിലും ശബ്ദത്തിലൊക്കെ ആണെങ്കിൽ അതിലും ഗുണമാവും. സ്തോത്രം. അപ്പോൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ അതിനൊരു ഗുണമുണ്ടാവും. അപ്പം ഈ വാക്യം നമ്മളോട് പറയുന്നത് കർത്താവിനെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് പലതും മാറ്റേണ്ട വരും.
അത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാം കൂടി മുമ്പിൽ വെക്കാൻ പറ്റുകയല്ല. ആരെങ്കിലും ഒരാൾ കർത്താവിനെ മുമ്പിൽ വെക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർത്താവിനെ ഒന്നാമനായി കാണുക, ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുക. അപ്പം അതിനൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അതൊക്കെയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. എൻ്റെ കർത്താവിനെ മുമ്പിൽ വെക്കുന്നതാണ്. അപ്പം അങ്ങനെ കർത്താവിനെ മുമ്പിൽ വെച്ചാൽ അതിൻ്റെ ഗുണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതൊരു പ്രസംഗമാണ്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും പ്രസംഗിച്ചോ? ഞാൻ ഇപ്പം അത് തൊടുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അഥവാ കർത്താവ് എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ, ഒന്നാമത്തെ കാര്യം, ദൈവം മുമ്പിൽ വന്നാൽ പിന്നെ കുലുങ്ങിപ്പോകുകയില്ല. കുലുങ്ങിപ്പോകുക എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഫ്രേസാണ്. ഞാൻ പുറകെ പറയുമ്പോൾ ആ കാര്യം ഇച്ചിരി വിശദീകരിക്കാം. ആ പറയുന്ന കാര്യത്തിനാണ്. ഒന്നാമത്തെ കാര്യം കുലുങ്ങുക. 2, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷം. ഏതുകൊണ്ട്? എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ കണ്ട അന്ന് മുതൽ എനിക്ക് സന്തോഷം വരാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ സ്തോത്രം, ഒത്തിരി നാളായി പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യുന്നതിന് പേര് പറയാം, ഈ കർത്താവിൻ്റെ മുമ്പിൽ കാണാൻ തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും സന്തോഷം വരാൻ തുടങ്ങും. സ്തോത്രം. രോഗം മാറുന്നതൊക്കെ പിന്നെ ആയിരിക്കും, പക്ഷെ കർത്താവിന് മുമ്പിൽ കണ്ടാൽ അന്ന് മുതൽ നമുക്ക് സന്തോഷം വരാൻ തുടങ്ങും. ജോലി കിട്ടുന്നത് പിന്നെ ആയിരിക്കും, പക്ഷെ കർത്താവിന് മുമ്പിൽ കണ്ടാൽ സന്തോഷം വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എനിക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? മുമ്പിൽ കാണാനൊരു ദൈവം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകുക. അടുത്ത വാക്യം, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. 3 പ്രധാന മേഖലകളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൃദയം, സ്തോത്രം, നാവ്, അതുപോലെ ജഡം. ഇതിനെ 3നെ കുറച്ചുകൂടെ നമ്മൾ വിഷയാസ്പദമായി പഠിച്ചാൽ, ബൈബിളിൽ സ്തോത്രം ഹൃദയം എന്നൊക്കെ പറയുന്ന വാക്കിന് സന്ദർഭോചിതമായിട്ട് അർത്ഥം മാറി മാറി വരും. കാർഡിയോളജിയിലെ ഹൃദയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പല നേഴ്സുമാരും മെഡിക്കൽ സെല്ലുള്ളവരായിരിക്കുമല്ലോ. വൈദ്യശാസ്ത്രത്തിലെ ഹൃദയമല്ല, ബൈബിളിലെ ഹൃദയം. വൈദ്യശാസ്ത്രത്തിലെ ഹൃദയം ഒരു അവയവമാണ്. നാട്ടുകാർ എളുപ്പത്തിൽ പറയാറുണ്ട്, നമ്മുടെ കൈ ചുരുട്ടി പിടിച്ചാൽ എന്തോരുണ്ട് അങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സ്തോത്രം, എങ്ങനെയാണെന്നറിയില്ല. എന്താണെങ്കിലും അത് വൈദ്യശാസ്ത്രത്തിലെ ഹൃദയം. ദൈവവചനത്തിലെ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമല്ല, സ്തോത്രം, അതൊരു അവസ്ഥയാണ്. ഇവിടെ പറയുന്നുണ്ട്, നിന്റെ ഹൃദയം എനിക്കിതാ എന്ന് പറഞ്ഞാൽ, പണ്ട് സ്തോത്രം കൊരങ്ങൻ മുതലോട് ചോദിച്ച പോലെയാണോ കർത്താവ് ചോദിച്ചത്? ഇതറിയില്ലേ? സ്തോത്രം ഹൃദയം ചോദിച്ചത്. ഞാൻ കഥ പറയാൻ സമയമില്ല. അതുപോലല്ല ചോദിക്കുന്നത്. പിന്നെ എന്താ? നമ്മുടെ ഉള്ളത്തെ ദൈവത്തിന് കൊടുക്കാനാണ് ദൈവം പറയുന്നത്. നമ്മുടെ വഴിപാടിനേക്കാൾ, നേർച്ചയേക്കാൾ, നമ്മൾ പറയുന്ന 4 സ്തോത്രത്തേക്കാൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ഉള്ളമാണ്. ചിലപ്പോൾ ഹൃദയം എന്ന വാക്കിന് മനസ്സെന്ന അർത്ഥം വരും, ചിലപ്പോൾ ആത്മാവെന്ന അർത്ഥം വരും. അത് ആ സന്ദർഭോചിതമായിട്ടാണ് അർത്ഥം വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. സ്തോത്രം. അപ്പോൾ അതുപോലെ ബൈബിളിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. ചില വാക്കുകൾക്ക് സന്ദർഭോചിതമായ അർത്ഥം ഉണ്ടാവും. സ്തോത്രം. അങ്ങനെ ഒരു അർത്ഥം പല വാക്കുകൾക്കുണ്ട്. അതിലൊരു വാക്കാണ് ഹൃദയം. അപ്പോൾ ഇവിടെ പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്ന് പറയുന്നത്, സ്തോത്രം, ഈ ഭാഗത്തെ അനുസരിച്ച് നമ്മുടെ ആത്മാവിനെയാണ്, അകത്തെ മനുഷ്യൻ. സ്തോത്രം. നാവ് ആനന്ദിച്ചു എന്നല്ലേ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അടുത്തത് എൻ്റെ നാവ് ആനന്ദിക്കുക എന്ന് പറയുന്നത് വായിലൂടെ വരുന്ന വാക്കുകളാണ് നാവ് എന്നുദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞ് ബൈബിൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിരുന്ന് വായിച്ചാൽ പിടികിട്ടാത്തത് കൊണ്ടാണ് ബൈബിള് പ്രസംഗിക്കാനും വ്യാഖ്യാനിക്കാനും ദൈവം ആളുകളെ നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. പല ആളുകളും വിചാരിച്ച്, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ചിലർ കണ്ടേക്കാം, വീട്ടിലിരുന്ന് വായിച്ചാൽ മതിയെന്ന്. വീട്ടിലിരുന്ന് വായിക്കുന്നതിനകത്ത് പരിമിതിയുണ്ട്. പക്ഷെ ഇത് വ്യാഖ്യാനിക്കുന്നിടത്ത് വരുമ്പോൾ ഇതിൻ്റെ വാതിൽ തുറക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണ് പൊരുൾ തിരിക്കുക എന്നൊക്കെ പറഞ്ഞത്, വചനം തെളിയിക്കുക എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ നമ്മളോട് കൂടെ നടന്ന് വചനം തെളിയിച്ചപ്പോൾ. ഇപ്പോൾ വചനം തെളിയിക്കുക എന്നൊരു പരിപാടിയുണ്ട്. സ്തോത്രം. ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുന്നൊരു വാക്ക് അപ്പോസ്തല പ്രവൃത്തി 8 എന്താ പറഞ്ഞത്? അതെങ്ങനെ പറഞ്ഞു? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ മനസ്സിലാകും. അപ്പം ഇത് വീട്ടിലിരുന്ന് വായിച്ച പിടികിട്ടിയല്ല, പൊരുൾ തിരിച്ചെങ്ങനെ പിടികിട്ടുള്ളൂ. അപ്പോൾ പൊരുൾ തിരിക്കുന്നിടത്ത് വരണം. അപ്പോഴാണ് ഈ പുസ്തകം കൈ കിട്ടിയതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
സ്തോത്രം, കേൾക്കണേ. അപ്പം നാവ് ആനന്ദിക്കുക എന്നുദ്ദേശിക്കുമ്പോൾ പഞ്ചസാര വായിലിടുമ്പോൾ നാവിനൊരു സ്തോത്രം മധുരം വരുന്ന പോലത്തെ ഒരു തരിപ്പും രുചി ഉണ്ടാകുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത്. നാവും നമ്മുടെ ഉദ്ദേശിച്ചത് വാക്കുകളാണ് നാവിൽ വരുന്നത്. വാക്കുകൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിനകത്തെന്നും വേദനയാണെങ്കിൽ നമ്മുടെ വാക്കുകളെല്ലാം കേട്ടാൽ അറിയാം. സ്തോത്രം, മനസ്സിലായില്ലേ? സ്തോത്രം, എപ്പോഴും നെഗറ്റീവായിരിക്കും പറയുന്നത്, എപ്പോഴും നിരാശയായിരിക്കും പറയുന്നത്. പക്ഷെ യേശുക്രിസ്തുവിനെ മുമ്പിൽ വെക്കാൻ തുടങ്ങിയതോടുകൂടെ സംഭാഷണത്തിന് മാറ്റം വരുമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ വാക്കുകൾക്ക് മാറ്റം വരും. എന്നും തളർന്ന വാക്കുകൾ, എന്നും തകർന്ന വാക്കുകൾ, എന്നും നിരാശയുടെ വാക്കുകൾ, എന്നും നമ്മുടെ പഴയ കൾച്ചറിൽ നിന്നുള്ള വാക്കുകൾ, ഇത് മുഴുവൻ മാറി സ്റ്റാൻഡേർഡായ പ്രത്യാശ നൽകുന്ന, ജെനുവിനിറ്റിയുള്ള, ധൈര്യം പകരുന്ന, മറ്റുള്ളവർക്ക് ബലം പകരുന്ന, മറ്റുള്ളവരെ കൂടി വിശ്വസിപ്പിക്കാൻ കഴിയുന്ന അങ്ങനത്തെ വാക്കുകൾ നാവിൽ വരണമെങ്കിൽ കർത്താവിന് മുമ്പിൽ കിട്ടണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുക മാത്രമല്ല, നമ്മളത് ശരിക്കും അനുഭവിച്ച് മുന്നോട്ട് പോകണം. സ്തോത്രം, നമ്മുടെ കോൺഫറൻസ് പോലത്തെ ഒരു മീറ്റിംഗ് അല്ല ഇത്. ഇതൊരു ഇച്ചിരി ഇന്ത്യ മറ്റേതാനും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് പോലെയാണ്. കുടുംബത്തിലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്നു എനിക്ക് തോന്നുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സ്തോത്രം പ്രസംഗത്തിൻ്റെ തനതായ ശൈലികൾ മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടെ പറയാം. നിങ്ങളുടെ വാക്കുകൾ മാറണമെങ്കിൽ, ധൈര്യത്തിൻ്റെ വാക്കുകൾ വരണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ കൂടി നിങ്ങൾക്ക് ധൈര്യപ്പെടുത്തുന്ന വാക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ കർത്താവിനെ കാണാൻ പറ്റണം. അപ്പോൾ ഭയങ്കര വാക്കുകൾക്ക് മാറ്റം വരും. ഈ വാക്കുകൾ തന്നെ ബൈബിൾ എന്തോരം കാര്യങ്ങളാണെന്നറിയാമോ? സ്തോത്രം, ഒത്തിരി വാക്കുകളെക്കുറിച്ച് തന്നെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന പറച്ചിലിനകത്ത് തന്നെ സ്തോത്രം ഒത്തിരി വിശേഷതകളുണ്ട്. അതിപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആ ഭാഗം വിടാം. അപ്പം രണ്ടാമത്തെ കാര്യം, മനസ്സ് തെളിഞ്ഞെങ്കിലേ നാക്കിൽ നല്ല വാക്ക് വരുള്ളൂ. സ്തോത്രം, ഇത് ലൈഫ് ചേഞ്ചാണ്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങ് ഓടി വന്നിട്ട് ഒരു ദിവസം ആണ്ടിലൊരിക്കൽ ഒരു പെരുന്നാളോ ഉത്സവമോ കഴിക്കുന്നത് പോലെ ഒരു പ്രത്യേക സമയത്ത് ക്രമീകരിക്കുന്ന ഒരാഴ്ചത്തെ ഒരു ദിവസത്തെ ഒരു പ്രത്യേക പാക്കേജ് അല്ലത്, മറിച്ച് ലൈഫിനെ ബാധിക്കുന്നതാണ്. യേശുക്രിസ്തു മുമ്പിൽ വരുന്നതോടുകൂടെ നമ്മുടെ ആത്മാവ് സന്തോഷിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിന് മാറ്റം വരുമ്പോൾ വാക്കുകൾക്ക് മാറ്റം വരാൻ തുടങ്ങും. സ്തോത്രം. മൂന്നാമത്തെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും. സ്തോത്രം, ജഡം, മനുഷ്യൻ 3 ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങളുടെ സഭയിലൊക്കെ നിരന്തരമായി കൂടി വരുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം എന്നാ വിചാരിക്കുന്നത്. സഭയ്ക്കകത്ത് വരുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതലും കേട്ടോ. നിങ്ങളുടെ MBBS പഠിച്ചാൽ സ്തോത്രം ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പക്ഷെ സഭയിൽ വന്നാൽ ഇങ്ങനത്തെ കാര്യം പഠിക്കാൻ പറ്റും. സ്തോത്രം, മനസ്സിലായോ? MBBS ഡോക്ടറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്നേരം പുള്ളി അറിയുന്നത് ഇങ്ങനെ 3 ഭാഗമുണ്ടെന്ന്. സത്യം, ഞാൻ സുശേഷം പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ സമ്പ്രദായ പുള്ളി എന്നോട് പറഞ്ഞ സ്തോത്രം മെഡിസിൻ MD ആണ് അദ്ദേഹം. അപ്പം ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ കാല് ഫ്രാക്ചറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് വരാമെന്ന് ചോദിച്ചാൽ അത് സന്തോഷത്തോടെ വന്നു. അപ്പോൾ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുക്ക പറയുമ്പോൾ നമുക്ക് കടം വന്ന് പൊട്ടി നിൽക്കുന്ന ആളുടെ അടുക്ക പറയുമ്പോൾ അല്ലല്ലോ, ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ MD ആയിരിക്കും ഡോക്ടറെ അടുക്ക ചെന്ന് എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. ഞാൻ എവിടെ തുടങ്ങണം എന്നറിയില്ല, ഒന്നും അറിയില്ല. കാരണം സ്തോത്രം ഓരോരുത്തരുടെ അടുത്ത് ഓരോ രീതിയല്ലേ. ഇങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ തന്നു, വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ദൗത്യം ചായ കുടിച്ചിട്ട് കൊള്ളപ്പം തന്നിട്ട് പോരുക എന്നുള്ള അല്ലല്ലോ. എന്നെ കൊണ്ടുപോയിരിക്കുന്ന കക്ഷി ഈ പുള്ളിയുടെ സുവിശേഷം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിശേഷമൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു. എന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് പിടി കിട്ടി. പക്ഷേ എനിക്ക് സുവിശേഷത്തിൻ്റെ ഒരു എൻട്രി ഉണ്ടാവണ്ടേ. ദൈവത്തോട് ഞാൻ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വർത്തമാനം പറഞ്ഞു വന്ന വഴി ഡോക്ടർ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് സ്തോത്രം ഡോക്ടറോട് 1-2 കാര്യങ്ങൾ ചോദിക്കാമെന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ കുറച്ച് നേരം ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഞാൻ അന്നേരം തിരിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ട്രാക്കിലേക്ക് വീണു. അങ്ങനെ വീണപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, ബൈബിൾ പറയുന്നു ഡോക്ടറെ, മനുഷ്യൻ 3 ഭാഗമാണ്, ആത്മാവ്, ദേഹി, ദേഹം. സ്തോത്രം, അതിൻ്റെ വാക്യങ്ങളൊക്കെ പുള്ളി ക്രിസ്ത്യാനിയാണ്, വാക്യങ്ങളൊക്കെ എടുത്ത് പറയാൻ തുടങ്ങി. പുള്ളി ഭയങ്കരമായിട്ട് സ്തോത്രം അങ്ങ് അമ്പരന്നിരുന്ന് കേൾക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കാൻ തുടങ്ങി. സ്തോത്രം, ആത്മാവ് എന്താണ്, എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്,
പറഞ്ഞ് കുറച്ചുകൂടെ അടുപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ 10 കൊല്ലം പഠിച്ചാലും ശരീരേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ആത്മാവ് എന്താണ്, ദേഹി എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിലേക്ക് വരണം. ലാസ്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയാം, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മെഡിസിൻ പഠിച്ച സത്യമാണ്, പക്ഷേ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാം, സമയമുണ്ടെങ്കിൽ പിന്നെയും വരാൻ പറഞ്ഞു. പിന്നെ എനിക്കത്ര സമയം കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. മറ്റേ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും മനുഷ്യൻ എന്താന്ന് പഠിക്കണമെങ്കിൽ സഭയിൽ വരണം. വചനം പറയപ്പെടാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ഭാഗങ്ങൾക്കാണ്. യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യന് കിട്ടിയാൽ ആ മനുഷ്യൻ്റെ കടം മാറുമെന്നല്ല, അവൻ്റെ കാലിലെ നീര് മാറുമെന്നല്ല, ഒരുത്തന് ക്രിസ്തുവിനെ കിട്ടിയാൽ അവൻ്റെ 3 മണ്ഡലങ്ങൾക്ക് മാറ്റം വരും. ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും ടോട്ടലി. ഇത് 3ഉം കൂടി മാറിയെങ്കിലേ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് സ്വസ്ഥത വരുള്ളൂ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ക്യാൻസർ. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നലെ മുതൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ, കുറച്ചുകൂടെ തെളിച്ച് പറയാം. ഞാൻ ഓർത്തഡോക്സ് യാക്കോബായ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഞങ്ങൾ. എൻ്റെ അപ്പം ഭയങ്കര കള്ളുകൂടിയനായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് രോഗമുണ്ടായി. അന്നത്തെ കാലത്ത് 30-35 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ ഒത്തിരി ദാരിദ്ര്യത്തിന് താഴെ കിടക്കുന്ന സമയം. അന്നതുപോലത്തെ വൈദ്യശാസ്ത്രം വിദഗ്ധമല്ല, ആണെങ്കിൽ തന്നെ പോകാൻ കാശില്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി എറണാകുളം സ്വദേശികളാണ്. അന്ന് ലേക്ഷൂർ അമൃതിയൊന്നുമില്ല എറണാകുളത്ത്. അന്ന് സ്തോത്രം ലിസി ഹോസ്പിറ്റലുണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കടവന്ത്രയിൽ ഒരു പനമ്പള്ളി നഗറിൽ ഒരു സാധാരണക്കാരൊക്കെ പോകുന്ന അവിടെയാണ് എൻ്റെ അപ്പം വല്ലപ്പോഴും എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു, വയറിനകത്തൊരു വലിയ മുഴയാണ്, അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, അത് ഇന്നിട്ട്. അപ്പോൾ ആ പരിശോധനകൾക്ക് കാശില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട്. പക്ഷേ അമ്മ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് സഹോദരിമാർക്കറിയാം സ്തോത്രം, അതുപോലത്തെ പ്രയാസങ്ങൾ പലതും ശാരീരികമായിട്ട് അനുഭവിക്കുന്നു. സ്തോത്രം. ഓരോ ദിവസവും രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു, ചികിത്സയ്ക്ക് പണമില്ല, ആസ്പത്രിയിൽ പോയി പരിശോധിച്ച വലിയ കാര്യങ്ങൾ നടത്തേണ്ടി വരുമെന്നുള്ള സ്തോത്രം പേടി കൊണ്ട് പോകാനും പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കൊരവസരം കിട്ടുന്നു. എൻ്റെ പുറകിൽ കുറേ ചരിത്രമുണ്ട്, ഞാനതെല്ലാം വിട്ടിട്ട് റെഡ്യൂസ് ചെയ്ത് പറയാം. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുക. ഒരു പെന്തിക്കോസ്ത് സഭ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നു 3 ദിവസം. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് വിളിക്കുന്നത് പോലെ വിളിച്ചു. വന്ന് എല്ലാവരും കൂടി പങ്കെടുക്കാൻ. ഞങ്ങൾ ഒഴിവാകാൻ വേണ്ടി മാക്സിമം നോക്കി, കാരണം ഞങ്ങൾ ഓർത്തഡോക്സുകാരല്ലേ. ഇപ്പോൾ നോക്കി അന്നേരം അവർ വലിയ അത്രയും സ്നേഹത്തോടെ വിളിക്കുക ഒരു സെഷനെങ്കിലും വരാൻ. അപ്പം അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊരു തോന്നലുണ്ടായി. രോഗം വന്ന് മൂർച്ഛിച്ചാൽ ആസ്പത്രിയിൽ പോയി കിടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലേ. എൻ്റെ അപ്പനോട് പറഞ്ഞു, എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോകാമോ? അപ്പം പറഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ബ്രദറേ ഉള്ളൂ. ഞങ്ങൾ 4 പേരും കൂടി ആ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പ്രായമുള്ള പ്രവാചകനുണ്ടായിരുന്നു, കങ്ങടനയനാച്ച് എന്ന പേര്. അച്ഛൻ അറിയാമെന്ന് എനിക്കറിയില്ല. പഴയൊരു പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് 3 ദിവസം ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ പോലെ പോയിന്റ് പ്രസംഗങ്ങളൊന്നുമല്ല. ഒരറ്റത്തുനിന്ന് തുടങ്ങും, ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് പ്രസംഗത്തിനകത്ത് ഒരു സംഭവമില്ല. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്ന് അദ്ദേഹം പറയുന്ന ദൂതുകൾ ഭയങ്കരമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുക, ഞാൻ ഞെട്ടിത്തെരിച്ചെടുക്കുക. എനിക്കൊന്നൊരു 18 വയസ്സ് പ്രായമുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ തലയെ കൈവച്ചിട്ട് ഈ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വിദഗ്ധനായ ഡോക്ടർ പറയുന്നതിനേക്കാൾ വളരെ ഷാർപ്പായിട്ടാണ് അമ്മയുടെ ശരീരത്തിന് എവിടാണ് രോഗം, ഏത് രീതിയാണ്, എത്ര കാലമായി, ഇതെവിടെ ചെന്ന് നിൽക്കും, ഇതെന്തിനാണ്, ഈ വക കാര്യങ്ങളൊക്കെ ഡോക്ടറേക്കാൾ സുന്ദരമായി ഈ ദൈവദാസൻ പ്രവചിച്ചു പറയുകയാണ്. ഞാൻ അമ്പരന്നു. കാരണം ഞാൻ ആദ്യം ഓർത്തു ഇവരാരെങ്കിലും എഴുതി കൊടുത്തിട്ടോ പറഞ്ഞു കൊടുത്തിട്ടോ പറയിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിലും എൻ്റെ അമ്മയ്ക്കും അപ്പനും അല്ലാതെ വേറെ ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെ മുതൽ എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ഞാൻ ബൈബിളിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയാം, അവിടെ മുതൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോകും. എനിക്ക് അന്ന് മുതൽ ദൈവസന്നിധിയിൽ ഭയമുണ്ടായി തുടങ്ങി. ഇപ്പോഴും സത്യത്തിൽ പറയുന്ന അന്നത്തെ ഓർമ്മയാണ്. കാരണം ദൈവം ഇതിനിടയ്ക്കുണ്ടെന്നുള്ള ബോധ്യം ഞാൻ നിങ്ങളോട് ഇന്നും പറയാം. ഇതിനെ ഒരു കളിയായിട്ടെടുക്കരുത്. സ്തോത്രം. ആരോ നിർബന്ധിച്ചു നമ്മളോട് വന്നതായി കാണരുത്. നമ്മളൊരു റെൻ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറിയായിരിക്കും. ഇതിനകത്ത് വന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സാക്ഷാൽ ദൈവമായവൻ ഇവിടെ ഇറങ്ങി വരും. ആ സീരിയസിലാണ് നിങ്ങൾ ഓരോ ദിവസവും ഇരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവിതം ഭയങ്കരമായി മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും ആ തോന്നൽ വരാറില്ല. നമ്മൾ വന്നിരുന്നു, കണ്ടു, കേട്ടു പോയി. അങ്ങനെയല്ല. എനിക്ക് ഭയമുണ്ടായി.
ഞാൻ സ്തോത്രം ഇരുന്നിടത്തിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം എൻ്റെ അമ്മയെക്കുറിച്ച് ഇത്രയും കൃത്യമായി പറയുന്നെങ്കിൽ ഇനി എന്നെക്കുറിച്ച് എന്തായിരിക്കും പറയാൻ പോകുന്നത്? സ്തോത്രം എല്ലാവരുടെ ലൈഫ് ആ രീതിയായിരുന്നു. പെട്ടെന്ന് പ്രസംഗത്തിലേക്ക് കയറി മറ്റുള്ള അങ്ങനെ ഉച്ചയായി. യോഗം കഴിഞ്ഞപ്പോൾ സ്തോത്രം അതിനൊക്കെ മുമ്പ് സംഭവിച്ച കാര്യം, ഇദ്ദേഹം അമ്മയുടെ തലയിൽ കഴിച്ചതൊക്കെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഷാർപ്പായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. കാരണം അത് കേട്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ദൈവദാസൻ ചോദിച്ചു, ഈ സഹോദരിയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പം എൻ്റെ അപ്പം കൈപൊക്കി. അപ്പം കൈപൊക്കുന്നുണ്ട്, ഞാനും കൈപൊക്കി, എൻ്റെ അനിയൻ കൈപൊക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. അപ്പം അദ്ദേഹം പൊതുവിൽ വിളിച്ചു പറഞ്ഞു, ഈ സഹോദരിയുടെ മേൽ മരണത്തിൽ വരെ എത്താവുന്നൊരു രോഗമുണ്ട്, പക്ഷെ ഇവർ മരിക്കുകയില്ല. ഇന്നിവർ ദൈവസന്നിധിയിൽ വന്നതുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഇവരെ സൗഖ്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിശയിക്കുകയാണ്. കാരണം ഡോക്ടർക്ക് പറ്റാത്ത കാര്യം, പല്ലില്ലാത്ത ഒരു അപ്പച്ചനാണ് ഇദ്ദേഹം. ഇദ്ദേഹം കയറി ഭയങ്കരമായിട്ട് പറയുകയാണ്, ഇപ്പോൾ ദൈവം ഇവരെ സൗഖ്യമാക്കാൻ പോകുകയാണ്, എല്ലാവരും കൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി. അടിയേറ്റ പാമ്പിനെ പോലെ പൊളയുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കുക, എൻ്റെ അമ്മ ഈ മനുഷ്യൻ വല്ലതും ചെയ്യുവാണോ എന്താണെന്നറിയില്ല. അമ്മ കരയുന്നുണ്ട്, അമ്മ അത്രയും എന്തോ സംഭവിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അമ്മ. അത് പിന്നെ അമ്മ പറഞ്ഞു കേട്ടതാണ് പിന്നീട്. അപ്പോൾ ഒരു പാസ്റ്റർ വീട്ടിൽ തന്നെ എൻ്റെ പേരിൽ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. അമ്മ തിരിച്ചു വന്നത് സന്തോഷത്തോടെ വന്നിരുന്നത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ആ പാസ്റ്റർ ഞങ്ങളെ കണ്ടു, സന്തോഷത്തോടെ പൊക്കോളാൻ പറഞ്ഞു. ഇനി നിങ്ങൾ എവിടെ പോയി വേണമെങ്കിൽ പരിശോധിച്ചോ, നിങ്ങൾക്ക് ഇനി രോഗമില്ലെന്ന് പറഞ്ഞു. തിരിച്ചു പോരുന്ന വഴിക്ക് എൻ്റെ അപ്പനോട് എൻ്റെ അമ്മ പറയുന്നത് കേട്ടു. പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ആ മനുഷ്യൻ, ആ ദൈവദാസൻ എൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരു തീകോളം പോലത്തെ എന്തോ എൻ്റെ വയറ്റിനകത്തേക്ക് വന്നിറങ്ങി. എൻ്റെ വയറ്റിൽ കിടന്ന് ആ തീകോളം പൊട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നി. സ്തോത്രം. പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ കരഞ്ഞു. അതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ വഴി ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ വയറ്റിൽ നിന്ന് എന്തൊക്കെയോ പോയി. ഇപ്പം എനിക്ക് ഭാരമില്ല, പ്രയാസമില്ല. സ്തോത്രം. എന്നിട്ട് അമ്മ പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാൻ കർത്താവിൻ്റെ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതിനുശേഷം പനി വന്നിട്ടുണ്ട്, സ്തോത്രം, എന്തൊക്കെയോ കൊച്ചു പ്രയാസം വന്നിട്ടുണ്ട്. പക്ഷെ ആ രോഗത്തിന് ഇന്ന് വരെ മരുന്നിന് പോയിട്ടില്ല. 35 വർഷം കഴിഞ്ഞു, പിന്നെ ആ വയറ്റിനകത്ത് പ്രയാസം ഉണ്ടായിട്ടില്ല, ആ സിംറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം, നമ്മുടെ ശരീരത്തിന് മാത്രം ഒരു വിടുതൽ തരികയല്ല, നമ്മുടെ 3 മേഖലകളെ ഒരുപോലെ പണിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ല, സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് നടക്കുന്ന സ്ഥലമല്ല, ദൈവത്തിൻ്റെ സന്നിധിയാണ്. കർത്താവിനെ കിട്ടിയാൽ അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും. അവിടെ എഴുതിയ വാക്ക് കണ്ട 3-ാമത്തത്, എൻ്റെ ജഡം നിർഭയമായി. എങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും, അല്ലേ? എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനം അങ്ങനെയാണോ നോക്കി? എനിക്കൊരു ഡൗട്ട്. 16-ാം സങ്കീർത്തനം അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലാണ് എൻ്റെ ഉദ്ദേശം തെറ്റിയില്ല. 9-ാം വാക്യം നോക്കി, എൻ്റെ ജഡം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, നിർഭയമായി വസിക്കും. അത് പത്രോസിൻ്റെ പ്രസംഗത്തിനകത്ത് വന്നപ്പോഴാണ് പ്രത്യാശ എന്ന് വന്നത് കേട്ടോ. സ്തോത്രം. ബൈബിളിൻ്റെ തെറ്റൊന്നും അല്ലാതെ അത് എഴുത്ത് ഭാഷയെ സംഭാഷിച്ചു എന്നുള്ളൂ. അപ്പോൾ ആ വാക്കാണ് കുറച്ചുകൂടെ നിർഭയം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്തോത്രം. നോക്കിയേ, ഇപ്പം നമുക്ക് പറയാം, സ്തോത്രം, ഞാനങ്ങ് പോരാൻ നേരത്ത് ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അത് കഴിയുന്നതിൻ്റെ തലേദിവസം എൻ്റെ സ്തോത്രം മൂത്ത മോൾ എന്നെ നിർബന്ധിച്ചു, പപ്പ ഒരു യാത്ര പോലെ എൻ്റെ പേരിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു, ഉപവാസമല്ലായിരുന്നു വെച്ചാൽ കുഴപ്പമൊന്നും സമ്മതിച്ചില്ല. രാവിലെ എന്നെ കൊണ്ടുപോയി സ്തോത്രം ഷുഗർ നോക്കിയതുകൊണ്ട് അവർ പറഞ്ഞു ബോർഡറിൽ നിൽക്കുവാന്ന് കേട്ടതിന് ശേഷം ഇവരൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ സ്തോത്രം നമുക്ക് ഇഷ്ടം പോലെ സംഭവമൊക്കെ വരും. പക്ഷെ നമുക്കൊരു പേടി, ആ കൊച്ചു നോക്കാതെ വന്നായിരുന്നെങ്കിൽ എനിക്കെല്ലാം കഴിക്കാമായിരുന്നു. അപ്പം ശരിക്കും ഞാൻ പറയുന്നത് നിർഭയം എന്ന വാക്കിനാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ കാനെ പതുക്കെ ഒരു നീര് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ നോക്കും, കിഡ്നി ആണോ? അപ്പോൾ ഭയം വരാൻ തുടങ്ങും. സ്തോത്രം. ഇല്ലേ? കൂടെ തലകറക്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഭയം വരാൻ തുടങ്ങും. പക്ഷെ യേശുക്രിസ്തുവിനെ മുമ്പിൽ കാണുമ്പോൾ എൻ്റെ ജഡം നിർഭയമാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം
ഈ പറഞ്ഞ പേടിക്കുള്ള വകയെല്ലാം ദൈവം മാറ്റിത്തരും. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കളിയായിട്ട് എടുക്കരുത്. നിങ്ങളുടെ പ്രായം ചെറുതാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും ജീവിതം ഒത്തിരി ബാക്കി കിടക്കുന്നവരാണ്. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, ഇറിറ്റേറ്റഡ് ആക്കുന്ന, നിങ്ങൾക്ക് ഭീതി വരുത്തുന്ന എന്തെങ്കിലും പ്രയാസങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രികാലം 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തു ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഈ രാജ്യത്ത് വന്നത് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഓരോരോ പ്രശ്നങ്ങളുമായി എന്നെ ഭയപ്പെടുത്തുന്ന സകല രോഗശക്തികൾ, അതിന്റെ കെടുതികളെയും എന്റെ കർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് എന്നിൽ നിന്ന് മാറിപ്പോണം. എനിക്ക് ഒത്തിരി പറയാൻ ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഞാൻ സ്തോത്രം അല്പം ചുരുക്കട്ടെ. കാരണം ഈ വായിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേയും കൂടി വന്ന്, നാളെയും കൂടിയല്ല യോഗമുള്ളൂ, നാളെയും കൂടി വാക്യം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷയം. പക്ഷേ എനിക്ക് ഭയങ്കര പ്രകാശനം വരുന്നു. ഇന്ന് രാത്രികാലം ഈ 3 മേഖലകൾക്കും പരിഹാരം ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സ് താളം തെറ്റിയാൽ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ അമ്മയോട് പറയും, ഇപ്പം വിളിക്കണ്ട, പിന്നെ വിളിക്കാൻ പറയും. അപ്പോൾ അവരുടെ ടെൻഷൻ കൂടും. കാരണം എന്താ, അങ്ങനെ അവൾ പറയാറില്ല. കൊച്ചിന് വലിയ പ്രശ്നമാണോ, ടെൻഷൻ കൂടും, മറ്റുള്ളവർക്കും പ്രശ്നമാവും. അതിനേക്കാളൊക്കെ നല്ലത് കർത്താവിനെ മുമ്പിൽ വെച്ചാൽ നമുക്ക് നല്ല വർത്താനം പറയാൻ പറ്റുമല്ലോ. സ്തോത്രം. നമ്മുടെ ആത്മാവ്, ഹൃദയം ആനന്ദിക്കുക, ആത്മാവിന് സന്തോഷം ഉണ്ടാകും. 3, ജഡം നിർഭയമായി വസിച്ചോളും. ഇത് 3മാണ് ദൈവത്തെ മുമ്പിൽ കിട്ടിയാലുള്ള ഗുണം കേട്ടോ. സ്തോത്രം. എത്രയോ പേർക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി സഭ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്നത് ഒരു ദൈവശബ്ദമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, എൻ്റെ മരണം വരെയും അങ്ങെന്നും എൻ്റെ മുമ്പിൽ കാണണം. എൻ്റെ വലത്തുഭാഗത്ത്, മുമ്പ് വലത്തുഭാഗം എന്നൊക്കെ പറയുന്നത് ബൈബിളിൻ്റെ ഒരു ഭാഷയാണ് കേട്ടോ. വലത്തുഭാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ആദ്യം കർത്താവ് മുമ്പിലെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മുമ്പിൽ കർത്താവ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സ്തോത്രം, സാമ്പത്തികമായിട്ടൊക്കെ ഈ രാജ്യത്ത് ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകട്ടെ. പക്ഷേ ഈ രാജ്യത്ത് എത്ര ഉയർന്നാലും എൻ്റെ കർത്താവിനെ പുറകോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുമ്പിൽ എൻ്റെ വീട് വരരുത്, എൻ്റെ പണം വരരുത്, എൻ്റെ സ്തോത്രം ഇവിടുത്തെ ഒന്നും വരരുത്. എന്നും എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ കാണണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും പ്രേരണ തോന്നുന്നെങ്കിൽ ഞാനൊരു 10-20 സെക്കൻഡ് തരാം. കണ്ണൊന്നടച്ചേ, പ്രസംഗം തുടങ്ങാൻ പോകുന്നല്ലോ, കണ്ണൊന്നടച്ചേ. ആരെങ്കിലും ഇന്ന് രാത്രി, നിങ്ങൾ നല്ല സ്തോത്രം യങ്സ്റ്റേഴ്സായ നല്ല മക്കളാണ്. സ്തോത്രം, നിങ്ങളെ പലരെയും ഞാൻ ആത്മാവിൽ അങ്ങനെ കാണുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ സമ്മർദ്ദം തരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ എൻ്റെ മൂത്ത മോളുടെ പ്രായമേ കാണുള്ളൂ. സ്തോത്രം. ഞാൻ അതുപോലെ കണ്ടുകൊണ്ട് പറയാം. സ്തോത്രം. ഈ രാജ്യത്ത് വന്നു, നിനക്ക് നിൻ്റെ നാട്ടിൽ വെച്ച് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ, ഉയർച്ചകളെല്ലാം കിട്ടണം. അതിനിവിടെ സ്തോത്രം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 4 പേരെ കിട്ടുന്നതോ, നിനക്ക് അഡ്വൈസ് തരാനൊരു അഡ്വൈസറെ കിട്ടുന്നതൊന്നും അല്ല കാര്യം. ഇവിടെ PR കിട്ടിയോ, ഇവിടെ സ്തോത്രം നിനക്ക് ജോലി കിട്ടിയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. കർത്താവ് മുമ്പിലില്ലെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുമ്പോൾ തട്ടിത്തെറിപ്പിക്കും. ഇവിടുത്തെ വിസ സ്റ്റാറ്റസ് ഒക്കെ മാറാൻ എത്ര നേരം വേണം? നാട്ടിൽ നിന്ന് പോരുന്നതിനൊക്കെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എത്ര പേര് വന്ന കരഞ്ഞത് സ്വപ്നമായിരുന്നു. സ്തോത്രം. അവർക്കൂടെ ഇങ്ങ് വരാൻ പറ്റുമെന്നോർത്ത ലക്ഷങ്ങൾ മുടക്കി മുമ്പിൽ ചിലർ പോകുന്നത്. പക്ഷേ നിയമം മാറിയതോടുകൂടി പലരും വാടാൻ തുടങ്ങി. ഇതൊക്കെ വെയിൽ മാറും പോലെ മാറും. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, കർത്താവ് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് കുറവ് വരുത്തിയല്ല, നിങ്ങളുടെ നന്മ മാറിയല്ല. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ ജീവിതം മാറിയത് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടന്ന സ്ഥാനത്ത് നിന്ന്, ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് തോന്നിയ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഈ രാജ്യത്ത് വന്ന് ഞാൻ ഒത്തിരി മാനിക്കപ്പെടുമ്പോൾ ആരും അറിയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് കരയും. കാരണം എൻ്റെ കർത്താവിനെ എനിക്ക് മുമ്പിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ സ്തോത്രം ഒരുപക്ഷെ നാട്ടിൽ ഞാനൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയോ ഒരു കൂലി വേലക്കാരനൊക്കെ ആയിട്ട് ആ നാട്ടിൽ ഒതുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത് ഇത്രത്തോളം കൊണ്ടുവന്നതിൻ്റെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ട
നല്ല പ്രായത്തിൽ എൻ്റെ കർത്താവിനെ മുമ്പിൽ കിട്ടി. അന്ന് മുതൽ ഇന്ന് വരെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ എന്നെ ഭയപ്പെടുത്തിയിട്ടില്ല, ഭയപ്പെടാൻ സമ്മതിക്കില്ല. കാരണം ക്രിസ്തീയ ജീവിതം നിർഭയ ജീവിതമാണ്. 365 പ്രാവശ്യം ദൈവം പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നവരോട് ഭയപ്പെടരുത്, ഭയപ്പെടരുത്. എന്തൊക്കെയോ പേടിക്കുന്ന ആരൊക്കെയോ ഇവിടെ ഇരിക്കുന്നുണ്ട്. നീ കൗണ്ട് ഡൗൺ നടക്കുന്നത് പോലെ ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, പേടിക്കരുത്. യേശുവിനെ നീ ആത്മാർത്ഥമായിട്ട് വിളിച്ചിട്ട് പറ, ഞങ്ങളുടെ വീടിൻ്റെ മൂലയിൽ ഇരുന്നോളാനല്ല, എൻ്റെ അലമാരിയിൽ ഞാൻ വെച്ചേക്കാന്നല്ല, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ അങ്ങുണ്ടാകണം. അങ്ങനെ പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞേക്കൂ, കർത്താവ് അത് കേൾക്കട്ടെ. ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവമേ, ഈ പ്രാർത്ഥന ആരെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ കണ്ണ് നിറഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഈ മക്കളെ ദൈവം സ്നേഹിക്കണേ. ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് വിടുതൽ കൊടുക്കണേ. മനസ്സിൽ സന്തോഷമില്ലാതെ ഞരങ്ങുന്നവരുണ്ടെങ്കിൽ യേശു മുമ്പിൽ വന്നാൽ സന്തോഷം ആരംഭിക്കും, ആത്മാവ് ആനന്ദിക്കാൻ തുടങ്ങും. അതിവിടെ സംഭവിക്കണം. കർത്താവ് ഇത് ചെയ്തിരിക്കുക. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്തോട്ടെ. അത്രയും കാര്യങ്ങൾ ഒരു ബേസ്മെന്റ് പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അടുത്ത ഭാഗമാണ് സ്തോത്രം. യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അടുത്ത ഭാഗമാണ് 27-ാമത്തെ വാക്യം. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, ആ നിന്റെ പരിശുദ്ധനെ ആ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. 2 കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഏതാ? യേശുവിനെ മുമ്പിൽ വെച്ചാൽ, കർത്താവിനെ മുമ്പിൽ കണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ പ്രാഥമികമായി നമ്മുടെ ദേഹവും ദേഹിയ ആത്മാവും ആ 3 മേഖലയിൽ ഒരു അനുഭവവും അനുഗ്രഹവും ഉണ്ടാവും. അത് ഇവിടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ 80 വർഷം വരെ ഇവിടെ ജീവിക്കാൻ പറ്റിയാൽ, യേശു മുമ്പിലുണ്ടെങ്കിൽ ഈ 3 കാര്യത്തിൽ ദൈവം ഗ്യാരണ്ടിയാണ്. പക്ഷേ ഈ 3 കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ആത്മീയത്തിൽ ഇറങ്ങുന്നത്. ഏത്? രോഗം മാറാനോ സന്തോഷം കിട്ടാനോ ജോലി കിട്ടാനോ ഒരാനന്ദം കിട്ടാനോ വേണ്ടി മാത്രം ഒരു പ്രോജക്റ്റ് ദൈവം ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ മുമ്പിൽ കണ്ടതുകൊണ്ട് കിട്ടുന്ന ഒരു കോംപ്ലിമെൻ്റായി കരുതിയാൽ മതി. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സ്തോത്രം. അത്രയും കരുതിയാൽ മതി. എങ്ങനെ? നീ എന്നെ മുമ്പിൽ കാണാൻ, ഈ നിന്റെ വീട്ടിൽ അപ്പനോ അമ്മയ്ക്കോ ചാർച്ചക്കാർക്ക് ആർക്കും തോന്നാത്തൊരു തോന്നല് നല്ല പ്രായത്തിൽ, സ്തോത്രം, മറ്റൊന്നിനെ മുമ്പിൽ കാണാതെ എന്നെ മുമ്പിൽ കാണാൻ ഒരു മനസ്സ് വെച്ചല്ലോ, അതുകൊണ്ട് നീ സന്തോഷിച്ചോളാൻ ദൈവം അനുവദിക്കുന്നത് ഒരു കോംപ്ലിമെൻ്റായി കരുതിയാൽ മതി. അതിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ഗുണമാണ് 27-ാം വാക്യത്തിൽ പറയുന്നത്. അതിപ്രകാരമാണ് പറഞ്ഞത്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞാൻ നാളത്തെ സന്ദേശത്തിന് സമയം തരുമ്പോൾ പറയാം. ഇന്നും അത് തീരുകയല്ല. കാരണം അടുക്കും ചിട്ടയായിട്ട് പറയുക എന്നുള്ളത് എന്നെ ശീലിപ്പിച്ചൊരു കാര്യമായിരിക്കാൻ ഞാൻ ധൃതി പിടിച്ചാൽ സ്തോത്രം നിങ്ങൾക്കൊന്നും കിട്ടാതെ പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു സംഭവം പറഞ്ഞു, ഇന്ന് ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ഭാഗം നാളെ ദൈവം അനുവദിച്ചാൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുപോക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല, പാതാളത്തിൽ വിടുകയില്ല. ആ വാക്കിനകത്തൊരു ഒരു അതോറിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പാതാളത്തിൽ പോകില്ലെന്നല്ല, ഞാൻ ദ്രവത്വം കാണില്ലെന്നല്ല, ദൈവം ഇങ്ങോട്ട് പറയുക. ദൈവം എന്ന് പറയുന്നേ, നിന്നെ പാതാളത്തിൽ ഞാൻ വിടുകയില്ല, നിന്നെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ആ വാക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു അസാധാരണമായിരിക്കുന്ന അധികാരം നമ്മുടെ മേൽ വരികയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം സർവശക്തനല്ലേ, ഏകാധിപതിയല്ലേ? ദൈവത്തിന് ഈ ലോകത്തിൽ ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോഴാണ്.
ഇതിന് മുമ്പിലത്തെ ജനസംഖ്യ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ആദാമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിച്ചിരുന്നൊരു കാലം ഇതിനു മുമ്പില്ല. സ്തോത്രം. അത് അന്ത്യകാല ശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ഈ രാത്രിയിൽ പ്രസംഗ വിഷയം അതല്ലാത്തതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. നിങ്ങൾ ചിന്താശക്തി ഉള്ളവരായിരിക്കയാൽ. സ്തോത്രം. ഇവരുടെ മേലെല്ലാം ദൈവത്തിന് അധികാരമില്ലേ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, ഫ്രീ വില്ലില്ല. ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചിന്തിക്കാനും തീരുമാനിക്കാനും തീരുമാനപ്രകാരം ജീവിക്കാനൊക്കെ ഒരു കമ്പ്യൂട്ടർ പോലെ അല്ല. ഈ കീബോർഡ്, കമ്പ്യൂട്ടർ, ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിനകത്ത്. അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇഷ്ടത്തിന് സ്തോത്രം ചാടി വരാനൊക്കെയല്ല. അപ്പോൾ നമ്മൾ പാടിയ പാട്ട് അവിടെ നിന്ന് അതിനകത്ത് സ്തോത്രം വേഴ്സ് വ്യൂവിൽ എവിടെയെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണോ കമാൻഡ് ചെയ്തത് അതേ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറിന്. ശരിയല്ലേ? സ്തോത്രം. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് ഇന്ന് രാവിലെ, നാളെ രാവിലെ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് തീരുമാനിക്കാം സ്തോത്രം പള്ളിയിൽ പോകണം, ബാറിൽ പോകണം, അല്ലേ? സ്തോത്രം. ഇവിടെ എനിക്കറിയില്ല, നാട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാം. എങ്ങോട്ടും പോകാം. ബാറിൽ പോയിന്നും വെച്ചോണ്ട് പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച വണ്ടിയുടെ ബഹളമായിരിക്കും നാട്ടിൽ. അന്നേരമൊന്നും പറ്റിയല്ല. കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്താൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് അതോറിറ്റി ഉണ്ട്, ശരിയാണ്. പക്ഷെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വലുതായി കാണുമ്പോൾ അന്നു മുതൽ ദൈവം അവരുടെ അപ്പനായി മാറുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികാരമുള്ളത് അപ്പനാണ്, ബൈബിൾ വ്യൂവിൽ കേട്ടോ. ഏറ്റവും അധികാരം. അതുകൊണ്ടാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ സ്തോത്രം ആവശ്യപ്പെടുന്നത്. ദൈവത്തെ മുതലാളി എന്ന് വിളിക്കാൻ ഒരു വാക്ക് പോലും ഇല്ല. യജമാനനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു ഇവിടെ വന്നിട്ട് എന്താ പഠിപ്പിച്ചത്? പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സാറേ എന്ന് വിളിക്കാനല്ല, രാജാവേ എന്ന് വിളിക്കാനല്ല, യജമാനനെ എന്ന് വിളിക്കാനല്ല, മുതലാളിയെന്ന് വിളിക്കാനല്ല, ദൈവമേ എന്ന് പോലും വിളിക്കാനല്ല. പിന്നെ എന്താ പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാന്ന് വിളിക്കാൻ. ഗലാത്യലേഖനത്തിൽ വാക്യമുണ്ട്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെ എന്തിനാ? അപ്പാന്ന് വിളിക്കാൻ. ഒരു ബന്ധം തന്നതാ ദൈവം. ലോകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 850 കോടി ആളുകളുടെ അപ്പനല്ല ദൈവം. അണ്ടാ നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നു. സത്യമായിട്ട് 850 കോടി ആളുകളുടെയും അപ്പനല്ല ദൈവം. ദൈവം മനുഷ്യനുമായിട്ടുള്ള പ്രാഥമിക ബന്ധം സൃഷ്ടാവും സൃഷ്ടി എന്നുള്ളതാണ്. എല്ലാവരുടെ സൃഷ്ടാവാണ് ദൈവം. പക്ഷെ ദൈവം അപ്പനാകണമെങ്കിൽ വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ മോനായി ജനിക്കണം. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അല്ലാതെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ച എല്ലാവർക്കും ദൈവമക്കളാകാന്നല്ല. അങ്ങനെയാണോ? അന്നമ്മാന്നോ ചാക്കോന്നോ പേരിട്ടതിൻ്റെ പേര് ദൈവമക്കളായി എന്നാണോ? നിങ്ങൾ പിണങ്ങുന്നുണ്ടോ? സ്തോത്രം. പിണങ്ങിയാലും പ്രസംഗം ട്രാക്കിൽ വീണു, ഇനി കഷായം കുടിക്കുമ്പോൾ കുടിച്ചേ പറ്റൂ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് സംഭവം വഴുതിപ്പോയി. സംഭവം ഇപ്പോൾ ദൈവമാണ് പറയുന്നത്. തുടക്കമൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി, പക്ഷെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന വാക്കല്ല പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പറയാം, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അന്ന് ദൈവം നമ്മുടെ അപ്പനായി മാറുന്നു. ഭൂമിയിൽ ഏറ്റവും വലിയ അധികാരം അപ്പനാണ്. സ്തോത്രം. അപ്പനാണ്. അപ്പൻ്റെ അധികാരം നമ്മുടെ മേൽ വരാം. അപ്പം പറയുകയാണ്, എൻ്റെ മോനെ പറയില്ലേ, പല അപ്പന്മാരും പറയില്ലേ, സ്തോത്രം. അപ്പം വലിയ കഴിവുള്ളവനായിരിക്കുകയല്ല, മോനെ തേടി രണ്ടുപേരും വന്നിരിക്കുക. എന്നാലും പറയും, എൻ്റെ നെഞ്ചത്തി ഓട്ടിയിട്ട് അവനെ തൊടാൻ പറ്റുള്ളൂ എന്ന്. നമ്മുടെ നാട്ടിൽ എത്ര അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്? ഒന്നും ചെയ്യാനില്ല, അൻപൊക്കെ ചിലപ്പോൾ അപ്പനെ തള്ളിയിട്ട് കൊണ്ടുപോയിരിക്കും. പക്ഷെ അപ്പൻ പറഞ്ഞിരിക്കും. കാരണം അത് അപ്പൻ്റെ ബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഈ കർത്താവിനെ സ്വന്തമാക്കിയാൽ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിയാൽ, അവിടെ മുതൽ ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ മേൽ അസാധാരണമായി വരികയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി തെളിവ് ബൈബിളിൽ കിട്ടും. ഞാൻ വളരെ പരിചയമായ തെളിവ് തരാം. നിങ്ങൾക്ക് തെളിവ് വേണ്ട, കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ആ സാധനം പിടിച്ചു എന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ നിങ്ങളെ പ്രഭാഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾക്കറിയാമോ, പത്രോസിൻ്റെ അടുക്കൽ ലൂക്കോസ് 5-ാം അധ്യായത്തിനകത്ത്
തിബ്രിയാസ് കടലിൽ ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒരു മുക്കുവന്മാരും ഒന്നും കിട്ടാതെ ഇരുന്ന ആ സമയത്ത് രാവിലെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഈ പടക് ഇച്ചിരി കരയിൽ നിന്ന് നീക്കിയിടാമോ എന്ന് അപേക്ഷിച്ചു. സ്തോത്രം, അപേക്ഷിച്ചു, ഇച്ചിരി നീക്കിയിടാമോ എന്ന്. സ്തോത്രം, പത്രോസിനോട് അല്ലെങ്കിൽ ആ പടകിൻ്റെ ഉടമസ്ഥരോട് കർത്താവ് അവിടെ പറയുന്ന വാക്യതാണ്. സ്തോത്രം, അവനോട് നോക്കി, 3-ാം വാക്യം നോക്കി, ആ പടകിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. സ്തോത്രം, അപേക്ഷിച്ചു. അപ്പൊ ആദ്യം പതുക്കെ വരികയാണ്. ആ രംഗം നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യണം. ഒന്നും പിടിക്കാതെ മുക്കുവന്മാരെല്ലാം രാത്രി മുഴുവൻ വീശിയിട്ട് ചാകരയില്ലാത്ത രാത്രി, ഒരു മീൻ പോലും കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് വല കഴുകി വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് പതുക്കെ നടന്ന് വന്നിട്ട് ശീമോനുള്ള പടകിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു. സ്തോത്രം, എൻ്റെ ഭാവന ഞാൻ പറയാം. യേശു ആണെന്ന് പത്രോസിനും മനസ്സിലാകുന്നില്ല. എന്നാൽ കർത്താവ് ഉന്നം വെച്ചാണ് വന്നിരിക്കുന്നത്. കർത്താവ് പിടികൊടുക്കാതെ ഞാൻ ദൈവമാണ്, ഈ പടകിൻ്റെ ഉടമസ്ഥനാരാ, നീക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമല്ല യേശു പറഞ്ഞെന്ന് അപേക്ഷിച്ചു. എങ്ങനെയാ? സ്തോത്രം ബ്രദറെ, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇതിനകത്ത് കയറിക്കോട്ടെ, ഇച്ചിരി ഒന്ന് നീക്കിയിട്ട് തരാമോ എന്ന് അപേക്ഷിച്ചു. കാരണം അവിടെ പത്രോസുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നും കർത്താവിനില്ല. പക്ഷേ യേശു ആ പടകിൽ കയറി എന്ന് ഉപദേശിച്ചത് എഴുതിയിരിക്കുന്നത്. പത്രോസ് അടക്കം എല്ലാവരും ഉപദേശം കേട്ടു, അനുസരിച്ചു, പടക് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം, യേശു ക്രിസ്തു പത്രോസിനോട് പറയുകയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലെ പല വേർഷനിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ അപേക്ഷിച്ചു എന്നാണോ പറഞ്ഞു എന്നേ നമ്മുടെ പ്രാഥമിക ഭാഷയിലുള്ളൂ. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ സ്തോത്രം പറയപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്. പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം എല്ലാം കഴിഞ്ഞപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു എന്നല്ല, യേശു കൽപ്പിച്ചു, ആഴത്തിലേക്ക് നീക്ക്, വലയെറിയ. സ്തോത്രം, പെട്ടെന്ന് അവിടുത്തെ റെസ്പോണ്ട് നിങ്ങൾ നോക്കിയേ. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് നീക്കി ഇറങ്ങി കളിപ്പിച്ചു. ശീമോൻ എന്തെന്നാ വിളിച്ചേ? 5-ാം വാക്യത്തിൽ കണ്ടോ? അതിലെ ശീമോൻ നാഥ. എന്താ വിളിച്ചേ? നാഥ. സ്തോത്രം, നാഥ എന്ന് പറഞ്ഞാൽ ഈ പടകിലേക്ക് കയറിയപ്പോൾ നാഥനാണോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ കുറച്ചു നേരം പടകിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും പറയാതെ പത്രോസ് വിളി മാറ്റി. സ്തോത്രം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു മുക്കുവന്റെ അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ പറഞ്ഞേനെ, വന്ന കാര്യം നടന്ന്, ഞാൻ നീ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട, പടക് നീക്കണം, നമ്മൾ നീക്കിയെന്ന്, ഇയാൾക്ക് പണി കഴിഞ്ഞെങ്കിൽ പോകാൻ നോക്കുക, ഞങ്ങൾക്ക് പണി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ അവിടെ പറഞ്ഞെന്നല്ല, അവിടെ കൽപ്പിച്ചു, കമാൻഡ് ചെയ്തു. അപ്പോഴാണ് പറയുന്നത്, ആ കൽപ്പനയുടെ വെളിച്ചത്തിലാ നാഥ എന്നൊരു വിളിയുണ്ടായത്. സ്തോത്രം, വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒത്തിരി ഒന്നും പറയാനൊന്നും കേൾക്കണ്ട, നിങ്ങൾ വീശിക്കോളാം, എങ്കിലും നിൻ്റെ വാക്കിന് വല ഇറങ്ങാം. വീശി. അപ്പം ഞാൻ പറയാൻ വന്നത്, യേശുക്രിസ്തുവിനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഒരധികാരം വരികയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇവിടുത്തെ യോഗത്തിന് വരാം, പാട്ട് പാടാൻ പോകാം, പക്ഷെ നിങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ ഒരു അധികാരം വരികയില്ല. സ്തോത്രം, ഒരു അതോറിറ്റി ഉണ്ടാകുകയില്ല, ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുകയില്ല. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴിച്ചാൽ, നിങ്ങൾ കാണേണ്ട വണ്ണം കണ്ടാൽ, വെക്കേണ്ടടത്ത് വെച്ചാൽ, അന്നു മുതൽ സ്വർഗത്തിന് നിങ്ങളുടെ മേൽ ഒരു ഹൈലി ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഞാൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം, ഭയങ്കര അതോറിറ്റി ഉണ്ടാവുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നെ എൻ്റെ മുമ്പിൽ ഈ ആധുനിക കാലത്ത് എങ്ങനെയും കുതിച്ച് കൂത്താടി ജീവിച്ച് തീർക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ, സ്തോത്രം, നിന്റെ നല്ല പ്രായത്തിൽ ലോകം മുഴുവൻ ദൈവത്തെ തള്ളുമ്പോൾ, ദൈവം ഇല്ലെന്ന് പ്രചരിപ്പിക്കുമ്പോൾ, നീ എന്നെ നിന്റെ മുമ്പിൽ വെക്കാൻ മനസ്സ് വെച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, നിന്നെ ഞാൻ പാതാളത്തിൽ വിടില്ല.
അതൊരു അധികാരത്തിന്റെ ശബ്ദമാണ്. നീ ദ്രവത്വം കാണുകയില്ലെന്നല്ല, കാണാൻ ഞാൻ സമ്മതിക്കില്ല. അതിൽ വലിയ ഭാഗ്യം ഒന്നുണ്ട് പ്രിയരെ, അതിൽ വലിയ ഭാഗ്യം ഒന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, ഞാൻ നിങ്ങളെ തന്നെ എക്സാമ്പിൾ എടുക്കാം. സ്തോത്രം. 10-15,000 കിലോമീറ്ററുകൾക്കപ്പുറം നിങ്ങളുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്. നിങ്ങളിവിടെ വലിയ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന വേളയിൽ അവരവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ മോളെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. സ്തോത്രം. അവിടെ ഏതെങ്കിലും മൊബൈലിന് റേഞ്ച് ഇല്ലാത്തൊരു മലയിലിരുന്നുകൊണ്ട് അമ്മ പറഞ്ഞാൽ ഇവിടെ വല്ലതും നടക്കുമോ? പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാനാണ് അവളെ ഇവിടെ അയച്ചത്, നിന്നെ തിരിച്ചുവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദൈവം പറഞ്ഞാൽ, അത് പറയണമെങ്കിൽ 200 രൂപ കൈക്കൂലി കൊടുത്താലോ 500 രൂപ ദശാംശം കൊടുത്താലോ പറ്റിയല്ല. കർത്താവിനെ മുമ്പിൽ വെക്കണം. അങ്ങനെ വെച്ചാൽ സ്വർഗം പറയും, നിന്നെ ഞാൻ വെറും കൈയോടെ വിടിയേല, നിന്നെ ഞാൻ നിന്നാപാത്രമാക്കിയേല, നിന്നെ ഞാൻ അപമാന വിഷയമാക്കിയേല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയല്ല. നീ ദ്രവിച്ചു പോകുകയല്ല, നീ തകർന്നു പോകുകയല്ല, നീ കരഞ്ഞോണ്ട് പോകേണ്ട വരില്ല, നിന്റെ ജീവിതം ശിഥിലമാകില്ല, നീ ഒന്നുമില്ലാത്തവനാകില്ല, നീ തകരാൻ അനുവദിക്കുകയില്ല എന്ന് സ്വർഗം നിന്റെ മേൽ ഒരധികാരം എടുക്കണമെങ്കിൽ ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ ദൈവത്തെ കാണേണ്ട പോലെ കാണണം. സ്തോത്രം. ഞാൻ പച്ച സുവിശേഷം പറയുന്നത് കേട്ടോ. വാസ്തവത്തിൽ നിന്ന് സുവിശേഷം പറയാനല്ല ഞാൻ നിന്ന്. സുവിശേഷം പറയാനെന്ന് പറഞ്ഞാൽ പിന്നെ കഥ പറയാൻ നിന്നല്ല. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. പക്ഷെ ദൈവാത്മാവ് ഇപ്പോൾ ഈ രാത്രി ആർക്കോ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളുടെ സത്യസന്ധമായ സുവിശേഷം ഞാൻ പറയുക. യേശുക്രിസ്തുവിനെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കിട്ടുന്നതിനേക്കാൾ, നിങ്ങളുടെ മാതൃരാജ്യം നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ, നിങ്ങളെ ചങ്കിലിട്ട് സ്നേഹിക്കുന്ന അപ്പൻ പറയുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, പാതാളത്തിലെ മുഴുവൻ ശക്തികൾ നിന്നെ ഇവിടെ ബിഗ് സീറോ ആക്കി വിടാൻ വേണ്ടി വ്യാപരിച്ചാലും, നിന്റെ കുടുംബത്തിനെതിരെ ആരെങ്കിലും നീ തലകുനിച്ച് തിരിച്ചു വരാൻ വേണ്ടി ആഭിചാരം അടക്കമുള്ള എന്തൊക്കെ പണി ചെയ്താലും, സ്വർഗത്തിലെ ദൈവം അവിടെ ഇരുന്നുകൊണ്ട് പറയുക, എൻ്റെ മകനെ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ കുഴിയിൽ ഇറങ്ങി പോകാൻ ഞാൻ സമ്മതിക്കില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ മേൽ ദൈവത്തിന് സ്വാധീനമുണ്ടാകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ സ്തോത്രം വലിയ സാരമില്ലാത്ത രീതിയിൽ പോകാം. അതല്ല, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും നമ്മൾ വേറെ മാനുഷികമായിട്ടും ചെയ്യാൻ, നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിന്, ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവം നമ്മളെ വിശ്വസിക്കും. ദൈവം നമ്മളെ വിശ്വസിക്കും. നമ്മളിപ്പോൾ ഓർത്ത് നോക്കി, നമ്മളൊരു കാര്യം സ്തോത്രം നടത്തിപ്പിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ മേടിക്കുക. നമ്മൾ പറയും 100 രൂപ പേപ്പറിനകത്ത് എഴുതി തരണം, 2 പേരെ ജാമ്യം തരണം. ഇതൊക്കെ നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ അത്ര സംഭവം ഉണ്ടെങ്കിൽ പറ്റും. കാരണം നമ്മളെ വിശ്വാസമില്ല, നമ്മൾ ഇന്ത്യൻ പൗരനാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് പറയുകയാണ് സ്തോത്രം ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ലോൺ തരികയല്ല. നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേര് പറയും, പറമ്പിൻ്റെ ആധാരം കൊണ്ടുവരാൻ പറയും, വില്ലേജ് ഓഫീസറോട് കുടിയുടെ സർട്ടിഫിക്കറ്റ് മുതലെല്ലാം കൊണ്ടുവരാൻ പറയും. അതും പോരാതെ വരുമ്പോൾ നിങ്ങളോട് പറയും ഏതെങ്കിലും ഗവൺമെൻറ് സാലറി ഉള്ള ആളുടെ സാലറി സർട്ടിഫിക്കറ്റ് തരാൻ പറയും, 2 ജാമ്യക്കാരെ തരാം. കാരണം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. സ്വന്തം അപ്പൻ പൈസ കൊടുത്താൽ മോൻ്റെ എന്ന് എഴുതി മേടിക്കുമെന്ന് പറയുന്നു. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. പക്ഷെ ദൈവം നമ്മളെ വിശ്വസിക്കുന്നത് നമ്മൾ കൈ മുറിച്ച് ചോരയും കൊണ്ട് നെറ്റിയിൽ എഴുതിയിട്ടല്ല. പിന്നെ നമ്മളൊരു വാക്ക് പറയുക, കർത്താവേ അങ്ങൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയുന്നു. ജാമ്യക്കാരനെയും കൊടുത്തില്ല, 1 രൂപ കൈക്കൂലിയും കൊടുത്തില്ല, സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷയും വെച്ചില്ല. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് മനസ്സുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് പറഞ്ഞാൽ സ്വർഗം വിശ്വസിക്കും. സ്വർഗം വിശ്വസിക്കും. ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുമെന്ന് അറിയില്ല. നമ്മളാ പിന്നെയും നമ്മളെന്ത് പറയുന്ന അറിയാം. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, പാസ് പ്രാർത്ഥിച്ചിട്ട് ദൈവം ചെയ്യുവാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാം.
മൂപ്പത്തേക്ക് വിശ്വാസമില്ല. ചെയ്ത് തരുവാണെങ്കിലേ നമ്മളാ ഡിമാൻഡ് വയ്ക്കുന്നത്. ദൈവം പറയുന്നു നീ വെട്ടിലേനും കുഴപ്പമില്ല, ഞാനങ്ങ് ചെയ്ത് തന്നേക്കാം. അതാ ദൈവം. സ്വന്തം മനസ്സിലായോ? അപ്പം നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ദൈവത്തോട് നമ്മളൊരു വാക്ക് പറയുകയാണ്. ഇന്ന് രാത്രി നമ്മളൊരു എന്താ പറയുക, ഒരു വസ്തു എടുത്ത് വെക്കുന്ന പോലെ മുമ്പിലേക്ക് വെക്കാനൊന്നും പറ്റിയല്ലോ. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് പറയുക, ഞാൻ ഇന്ന് രാത്രി മുതൽ അങ്ങയെ മുമ്പിൽ കണ്ടുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. അങ്ങാണ് എനിക്ക് വലുത്. അങ്ങ് കണ്ടിട്ടേ ബാക്കി എന്തും ഉള്ളൂ. എൻ്റെ അപ്പനേക്കാൾ അമ്മയേക്കാൾ അവരൊക്കെ നമുക്ക് ജീവൻ്റെ ജീവനാണ്. പക്ഷെ അവരെക്കാൾ ഈ രാജ്യത്ത് വന്നപ്പോൾ ഇങ്ങനൊരു സന്ദേശം കേൾക്കാൻ ഒത്തതുകൊണ്ട് അങ്ങേ എൻ്റെ മുമ്പിൽ ഇന്ന് ഞാൻ വാഴിക്കുകയാണ്. അതിന് രൂപമില്ല, രൂപക്കൂടില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങളൊരു പക്ഷെ നാട്ടിൽ ഒത്തിരി പ്രാർത്ഥനയിലും യോഗത്തിലൊക്കെ പങ്കെടുത്ത് വന്നവരായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു സംഭവം ലൈഫിൽ ഇന്ന് വരെ നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി പറയുക. ഞാനെപ്പോഴും പറയാറുണ്ട്, എല്ലാ കാര്യവും ഒന്നും മൊത്തത്തിൽ സ്തോത്രം നമ്മൾ പഠിച്ചിട്ടല്ല, നമ്മൾ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. 10-35 വർഷമായി ഇരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസനടക്കം ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്ന, കർത്താവേ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുകയാണ്, ദൈവത്തെ മുമ്പിൽ വെക്കുക എന്നൊരു പ്രോസസ്സുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു സംഭവം തന്നു വിടുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് പറയുക, ഞാൻ ഇന്ന് മുതൽ അങ്ങയെ മുമ്പിൽ വെച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്തു, സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തു. അപ്പം ദൈവം ഇങ്ങോട്ട് പറയുകയാണ്, നീ എന്നെ മുമ്പിൽ വെച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടിയല്ല. അപ്പോൾ 2 വാക്കെന്നെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ചിട്ടുണ്ട്. ദൈവം പറയുന്നടാ, ഞാൻ സമ്മതിക്കുകയല്ല. ബൈബിളിൽ കുറേ വാക്കുകൾ ഞാൻ അങ്ങനെ പറയാം. ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കും. കുറേ വാക്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സ്തോത്രം. നിങ്ങൾ വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. വേണമെങ്കിൽ സ്തോത്രം ഒന്ന് നോക്കിയോ. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യം നോക്കാമോ? സമ്മതിക്കുകയില്ലെന്ന് കർത്താവ് പറയുന്നൊരു 3-4 വാക്യം ഞാൻ കാണിച്ചെന്ന് അവസാന ഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വായിച്ചേ 55-20. ആ, അടുത്ത വാക്ക് കണ്ടോ? ആ വാക്കിനകത്താണ് അതോറിറ്റി. നീതിമാൻ കുലുങ്ങിപ്പോകയില്ലെന്നല്ല പറയുന്നത്, ദൈവം സമ്മതിക്കുകയല്ല. എത്ര കുലുക്കിയാലും എത്ര ഇട്ട് ഇളക്കിയാലും എന്നെ വിശ്വസിച്ച, ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഭാഗത്ത് നീതിമാൻ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. പഴയ നിയമം അല്ല, ഈ പഴയ നിയമത്തിനകത്തെല്ലാം സ്തോത്രം ഇത്രയും ഒരു അപ്പൻ മകൻ ബന്ധം അത്രയും ഡീപ്പായിട്ട് കാണാം. അപ്പനും മകനൊക്കെയായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ ബന്ധം യേശു വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ബന്ധം ഇവിടെ ഉറപ്പിച്ചത്. അതുകൊണ്ടാണ് മക്കളുടെ അപ്പം എന്ന ബന്ധമാണ്. പഴയ നിയമത്തിൽ നീതിമാൻ വിശുദ്ധൻ എന്നൊക്കെയുള്ള വാക്കുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ ബന്ധങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജനം എന്നാണ് കൂടുതലും പറയാറുള്ളത്. എൻ്റെ ജനം, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കാം, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. സ്തോത്രം. പക്ഷെ പുതിയ നിയമത്തിൽ മക്കൾ എന്ന ഭാഗം വന്നു. അതുകൊണ്ട് തത്വത്തിന് ഇതൊക്കെ ഒരുപോലെയുള്ളൂ. അപ്പോൾ നീതിമാനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സിന് വിധേയപ്പെടുകയാണ്. നീതി മാത്രം ചെയ്തതുകൊണ്ടല്ല, ദൈവം നമ്മളെ നീതിമാനായിട്ട് സ്തോത്രമാക്കി വയ്ക്കുക. അങ്ങനെ ഒരുത്തനെ ദൈവം കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 66-ാം സങ്കീർത്തനത്തിന് 9, ഞാൻ 2 പറഞ്ഞു വിടാം, വായിച്ചിട്ടുണ്ട്. 66-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കില്ല. ആ സമ്മതിക്കില്ല എന്നുള്ള വാക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ മാത്രം പേന ഉണ്ടെങ്കിൽ വരയിട്ട് വെച്ചു. സമ്മതിക്കില്ല മൊത്തത്തിൽ വരയിടുവാണെങ്കിൽ പിന്നെ ബൈബിൾ സൊസൈറ്റിക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ, അടുത്ത പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും വരയിട്ടെങ്കിൽ അന്നൊക്കെ. ഏറ്റവും നമുക്ക്, കാരണം എല്ലാം കൂടി വരയിടല്ല, ആ വാക്ക് മാത്രം ഒന്ന് വരയിടണേ. അതാ സമ്മതിക്കില്ല. എത്രയോ പേര് വഴുതിപ്പോകുന്നു. പക്ഷേ നമ്മളും വഴുതുമെന്ന് തോന്നും. കാല് വഴുതുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിന് 94-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യമാണോ നോക്കി. 94-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം, 94-18. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. ദൈവമായിട്ട് നമുക്ക് അത്ര ഒരു അഫിക്ഷൻ, ഒരു ബന്ധം ഉണ്ടായാൽ കാല് വഴുതുന്ന പോലത്തെ പ്രശ്നം വരും. അപ്പം നെഞ്ചത്തടിക്കണ്ട, ബഹളം വെക്കണ്ട,
BP മരുന്നെടുത്ത് കഴിക്കണ്ട, ആസ്പത്രിയിൽ പോയി ട്രിപ്പ് ഇട്ട് കിടക്കണ്ട, അത് ഇത്രയും ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എൻ്റെ കാല് വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല എഴുതിക്കുന്നത്. എത്ര സിമ്പിളായി. പണ്ട് കാല് വഴുതുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇതിനൊക്കെ ആത്മീക അർത്ഥമുള്ളത്. ഒക്കെ ഒരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല. ശമ്പളം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, കിട്ടിയ തികയുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും രോഗം വരുന്നു, സ്തോത്രം, വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ജീവിതത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കങ്ങ് നിൽക്കാൻ പറ്റാതെ വരുമ്പോഴായി കാല് വഴുതുക എന്നുള്ള വാക്ക് ബൈബിളിൽ വരുന്നത്. അത് ചെളി കയറി ചവിട്ടിപ്പോൾ തെന്നിപ്പോയതിനെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന പുസ്തകമല്ല ഇത്. പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ 2 പേര് ജോലി ചെയ്തിട്ട് നിൽക്കാൻ പറ്റാത്ത എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇത്രയും പേരെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കാരണം നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നാകുന്നു, പ്രശ്നമാകുന്നു. എന്ത് പ്രശ്നം എന്നറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാം കേട്ടോ. ഞാൻ ഒത്തിരി പേരുടെ കാര്യം നോക്കിക്കൊണ്ട് പറയുന്നറിയാം. കൊച്ചു കാര്യം മതി. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ടപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വിട്ടത്. അന്ന് മുതൽ തുടങ്ങേണ്ടല്ലേ ചികിത്സ. എൻ്റെ അടുത്തൊരു കുഞ്ഞിനെയും കൊണ്ട് വന്നു. സ്വത്ര ഒരു കേൾക്കുമെന്നറിയില്ല. ഞാൻ പോകുന്ന മീറ്റിങ്ങിൽ എല്ലാവരും ഈ ഫേസ്ബുക്കിൽ നിന്ന് പുറകെ നടക്കുന്ന സ്വപ്നം ജനിച്ചു ഇപ്പോൾ എനിക്കൊന്ന് 1.5 വയസ്സേ കൊച്ചിനായുള്ളൂ. ജീവിക്കുന്ന ഓർത്തല്ല. 5 ഓപ്പറേഷൻ കഴിഞ്ഞു 1.5 വയസ്സിനിടയിൽ. കരഞ്ഞ് നിൽക്കുക. അവർ ഞാൻ ഇന്ന് അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒത്തിരി അവർക്ക് മാറ്റം വന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്. ഒരു പ്രശ്നം വന്നാൽ ആർക്ക് നിൽക്കാൻ പറ്റും? ഞാൻ അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കും പറയുമല്ലോ കേട്ടോ. ഞാൻ ആളുകൾ ഫേസ് ചെയ്യുന്ന വിഷയം പറയുക. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോളാം. കാരണം കർത്താവിനെ കിട്ടിയാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടെന്നാണ് ഈ പറയുന്നത്. ഓർത്ത് നോക്കി എന്തെല്ലാം വിധത്തിൽ ഇന്നത്തെ ഇപ്പോഴത്തേക്ക് കല്യാണം നടന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന പിഞ്ചോമന കുഞ്ഞിൻ്റെ പ്രശ്നമാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫും മുഴുവൻ എൻ്റെ പുറകെ പോകണ്ടേ? അപ്പം അതിനൊക്കെ പ്രാർത്ഥിച്ചോളാനല്ല ഇന്ന് രാത്രി പറയുന്നത്. കർത്താവിനെ മുമ്പിൽ വെച്ചു. അഥവാ കാല് വഴുതുന്നു എന്ന് തോന്നിയാലും അതിനകത്ത് ഇനി കൂടുതലൊന്നും ചെയ്യണ്ട. ഒറ്റ വിടി. ആ ബന്ധം കിടക്കുമ്പോൾ അപ്പനോടോ അമ്മയോടോ ആരോടും അല്ല, ദൈവത്തോട്. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് ചോദിക്കാതെ, അമ്മയോട് ചോദിക്കാതെ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ കർത്താവിനെക്കുറിച്ച് അറിഞ്ഞ് അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ മുമ്പിൽ വെച്ചതാ. എൻ്റെ വീട്ടിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇന്ന് സാമ്പ്രദമായിട്ട് സംസാരിച്ച് പറഞ്ഞൊരു കൊച്ച് ശ്രോത്രയില്ലേ അല്ലേ, കർത്താവിനെ മുമ്പിൽ വെച്ചതിൻ്റെ പേരിൽ അമ്മ മരിച്ചിട്ട് വീട്ടിൽ കയറ്റിയില്ല എന്നല്ലേ. അത്ര വില കൊടുത്ത് നിൽക്കുന്ന ഒരാ കൊച്ചിന് തന്നെ സ്തോത്രം, എനിക്കൊന്നും വിഷയമാകുമ്പോൾ തിരിച്ചു തന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറിക്കൂടെ? പക്ഷെ കർത്താവിനെ തിരിച്ചറിഞ്ഞവർക്ക് എന്തിനേക്കാൾ വലുത് അതാണ്. അത്രയ്ക്ക് വില കൊടുത്ത് നിൽക്കുന്നവരുടെ മാർഗമാണിത്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ കാല് വഴുതുക സ്തോത്രം, അന്നേരം വാസ്തവത്തിൽ സ്തോത്രം ദൈവം കൈവിടുവോ? നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. പാസ്റ്റർക്കറിയില്ല, ആശാരി ഉപദേശി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സ്തോത്രം, ആശാരി ഉപദേശി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം, ഒത്തിരി വാക്കുകൾ പറയാൻ ഈ സമയമില്ല. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മൂത്ത മോളുടെ കല്യാണം നടക്കുന്നു തിരുവനന്തപുരത്ത് വെച്ച്. കല്യാണം നടക്കുന്ന സമയത്ത് അദ്ദേഹം, അന്നത്തെ കാലത്ത് ഒത്തിരി പ്രസംഗരില്ലാത്ത കാലം, ജനപ്രിയ പ്രസംഗിയാനായിട്ട് നടക്കുമ്പോൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. ഒരു ഹോളിനകത്ത് വെച്ച, സഭാ ഹോളിനകത്ത് വെച്ച് കല്യാണം നടക്കുന്നു. അതിൻ്റെ പുറത്ത് ഓല കൊണ്ട്, ഒറ്റ ഓല ഇങ്ങനെ കീറി മെടയുന്ന ഓല, ആ ഓല കൊണ്ട് ഒരു പന്തലിട്ടിരിക്കുക. അതിനകത്താണ് റിസപ്ഷൻ അന്ന്. അപ്പോൾ സ്തോത്രം, കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. 1000 പേർക്ക് ഇങ്ങനെ അന്നത്തെ കാലത്ത് തിരുവനന്തപുരം സ്റ്റൈലിൽ 3 കൂട്ടം പായസം കൂട്ടി ചോറ് ആഹാരം വെച്ചിരിക്കുക. ഒരു 12:30 ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര മഴക്കാറ് കയറി ഇടിവെട്ടി മഴ പെയ്യാൻ പോവുക. മഴ പെയ്താൽ ഈ ഇന്നത്തെ പോലെ ഓഡിറ്റോറിയം സൗകര്യമല്ല. അന്ന് ഓല കീറിക്കെട്ട്, ഓല എന്ന് പറഞ്ഞാൽ ഒറ്റ ഓലയാണ്. അപ്പം അത് വെറുതെ തണലുന്നേ ഉള്ളൂ, നനയാതെ ഒന്നും ഇരിക്കുകയില്ല. അപ്പോൾ അവിടെ ഈ ആഹാരത്തിന് സദ്യയ്ക്ക് വേണ്ടി
ഓർഡർ കൊടുത്തിരിക്കുന്നത് ഒരു നമ്പൂതിരി, അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ഈ സദ്യ ഒരുക്കുന്നത്, അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് ഈ ആശാരി ഉപദേശിയെ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് മഴക്കാറ് കണ്ടുകൊണ്ട് പറഞ്ഞു, മഴ പെയ്താൽ ഇത് മുഴുവൻ വെള്ളത്തിൽ പോകും, ഇരുന്ന് കൊടുക്കാൻ പറ്റിയല്ല, അപ്രതീക്ഷിതമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആശാരിയും ആകാപ്പാടെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കേട്ടതാണ്, പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്, 2 തെളിവുണ്ട്, ഞാൻ കള്ളം പറയല്ല. അപ്പോൾ ഈ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, പേടിക്കണ്ട, ഞങ്ങളിങ്ങനെ പോകുന്നിടത്ത് പല പല തടസ്സങ്ങൾ വരാറുണ്ട്, മഴ പ്രശ്നമൊക്കെ തടസ്സം വരാറുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യാറുള്ള ഇതാണ്, ഒരു തേങ്ങ ഒഴിഞ്ഞിങ്ങ് തന്നേച്ചാൽ മതി, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുപോയി നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മഴ മാറും എന്ന് പറഞ്ഞു. ഏതും പോരാത്ത ആശാരി ഉപദേശിയോടെ പറയുന്നതെന്ന് ഓർത്തോളം കേട്ടോ. അതുവരെ ആശാരി ഞെട്ടി നിൽക്കുക, പുള്ളിയുടെ ഭാഷ അതാണ്. പുള്ളി പറഞ്ഞാൽ പുള്ളി നെഞ്ചു തിരുമ്മി നിൽക്കുക, ദൈവമേ മഴ പെയ്തെന്നാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഉള്ളിലെ ആ എരിവുകാരനായ ഉപദേശി ഉണർന്നു. പറഞ്ഞു, അവിടെ സുപ്രസിദ്ധമായ ക്ഷേത്രം തിരുവനന്തപുരത്തെ, ആ ക്ഷേത്രത്തിൻ്റെ പേര് കണ്ടു പറഞ്ഞു, അങ്ങോട്ടൊരു നാളികേരം കൊടുത്താൽ മതി, അത് ഉപദേശി അത് തലയ്ക്ക് ഒഴിഞ്ഞെങ്കിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഴ മാറും, ഞങ്ങളിത് ഒത്തിരി കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അന്നേരം ആശാരി പറഞ്ഞു, പായസത്തിൻ്റെ സാമ്പാറിൻ്റെയും കാര്യം നമ്പൂതിരി നോക്കിക്കും, മഴയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആശാരി തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇതല്ലേ, തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്പൂതിരി പറഞ്ഞു, അവരോട് ആരും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അടുപ്പിൻ്റെ അവിടെ പോയിട്ട് തീപ്പെട്ടി ഉണ്ടോ, ഒരു തീപ്പെട്ടി മേടിച്ചിട്ടുണ്ടോ. എന്നിട്ട് പുള്ളി ആ സഭാ ഹോളിൻ്റെ പുറകിൽ പോയിട്ട് തീപ്പെട്ടിക്കൊള്ളി ഊരിയിട്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഒരു തുള്ളി മഴ പെയ്താൽ ഞാനിത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. ദൈവത്തോടെ പറഞ്ഞ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, എൻ്റെ കൊച്ചൻ്റെ കല്യാണം നടക്കുക. നമ്പൂതിരി പറഞ്ഞ് കേട്ടല്ലോ, ഞാൻ അങ്ങേ വിശ്വസിച്ച് ആശാരി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. എൻ്റെ കൊച്ചൻ്റെ കല്യാണം കഴിഞ്ഞ ആളുകൾ ആഹാരം കഴിച്ച് വീട്ടിൽ ചെല്ലുന്നത് വരെയും ഒരു തുള്ളി മഴ പെയ്യരുത്. പെയ്യുവാണെങ്കിൽ ഞാനിത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് വീട്ടിൽ പോകും. പുള്ളിയുടെ ഭാഷയാണേ, പുള്ളി ഒരു സരസന. പുള്ളി പറഞ്ഞു, ദൈവം പേടിച്ചു പോയി. സത്യം. എന്നിട്ട് അടുത്ത ഭാഗം പറഞ്ഞത് കരയിപ്പിച്ച് കളഞ്ഞു എന്നെ. ഞാൻ ഒത്തിരി കരഞ്ഞു. അടുത്തതെന്നറിയാമോ, ഞാൻ തീപ്പെട്ടിയും കൊണ്ട് പോയിട്ട് പറഞ്ഞത് ചുമ്മാ ദൈവത്തെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എൻ്റെ മൂത്ത മോള് ജനിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, നാട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ഒളിച്ചു പാർക്കുന്ന പോലെ ഒരു ഔദാര്യത്തിന് പാർക്കുക. തൃശ്ശൂർ പോയി. അപ്പോഴാണ് പുനലൂർ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത്, അന്ന് ഫോണില്ല, അവിടെ 7 പേരടങ്ങുന്നൊരു കുടുംബം രക്ഷിക്കപ്പെട്ടു ഹൈന്ദവ മാർഗത്തിൽ നിന്ന്. രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ പ്രശ്നം, അന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്, രക്ഷിക്കപ്പെടുമ്പോൾ പ്രശ്നത്തിലായി. അപ്പം അദ്ദേഹം തിരിച്ച് തൃശ്ശൂർ വന്നിരിക്കുന്ന സമയത്ത് ആ വീട്ടുകാരൻ്റെ കെയർ ഓഫ് അഡ്രസ്സിൽ ഒരു എഴുത്ത് വന്നു. എഴുത്തിതാണ്, ആശാരി ഉപദേശിക്ക്, ഞങ്ങൾ പുനലൂരിൽ നിന്നാണ്, 7 പേരടങ്ങുന്ന കുടുംബം അന്ന് രക്ഷിക്കപ്പെട്ടു, ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു തൊഴിൽ പോലും തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ കത്ത് കിട്ടി 7 ദിവസത്തിനകം അങ്ങ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾ 7 പേരും ആത്മഹത്യ ചെയ്യും, വേറെ വഴിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഈ കത്ത് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് 7 പേരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു വന്നവർ ആത്മഹത്യ ചെയ്താൽ അത് വലിയ പ്രതിസന്ധിയാകുമെന്നുള്ള വിചാരത്തോടു കൂടെ അദ്ദേഹം നിറവയറുമായിട്ട് പ്രസവിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ മൂത്ത മോളെ പ്രസവിക്കാൻ വേണ്ടി സ്വത്രം ഉദരത്തിൽ പേര് നിൽക്കുക. ദൈവത്തോട് ചോദിച്ചു, അറിയപ്പെടാത്തൊരു നാട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ ഭാര്യ വയറ് നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ ഇവിടെ നോക്കി ഇവിടെ നിന്നാൽ അവർ 7 പേര് മരിക്കും, ഞാൻ അവിടെ പോയാൽ ഇവിടെ കാര്യം എന്താണെന്നറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ അസ്വസ്ഥനായി. ആത്മഭാരമുള്ള ആ മനുഷ്യൻ 7 ആത്മാക്കൾക്ക് വേണ്ടി ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു കത്ത് വന്നു, ഞാൻ പുനലൂർ പോവാ. അപ്പോൾ അവർ കാലെ വീണ്ടു പറഞ്ഞു, എനിക്കിവിടെ ആരെ അറിയില്ല, എൻ്റെ കന്നിപ്രസവമാണ്, ദൈവത്തെ വിശ്വസിച്ചിറങ്ങി വന്നു, ആരുമില്ല, എന്താണെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, 7 പേര് മരിക്കും, നിനക്കൊന്നും പറ്റിയില്ല, നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അവളൊരു പെട്ടിക്കകത്ത് ഡ്രസ്സും വെച്ചുകൊണ്ട് തൃശ്ശൂർ വന്ന് ട്രെയിനേ കയറി
രാത്രി മുഴുവൻ ബാത്റൂമിൻ്റെ വാതൊക്കെ ഇരുന്ന് കരഞ്ഞു. അപ്പം ഇവർക്ക് ഒറ്റയ്ക്കുള്ളൂ, പേടിയായിട്ട് പ്രസവവേദന ഉണ്ടായപ്പോൾ തൃശ്ശൂർ ആൽപ്പാറയുള്ള ഒരു അമ്മച്ചി, ഒരു വൈറ്റാട്ടി അമ്മച്ചിയോട് ദൈവം പറഞ്ഞു ഇന്ന വീട്ടിൽ ചെല്ലാൻ. അവർ ചൂട്ടും കത്തിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മാമ്മയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. അങ്ങനെ ആ അമ്മ കൂടെ നിന്നു. വീട്ടിൽ തന്നെയാണെന്ന് പ്രസവം നടന്നത്. വൈറ്റാട്ടിമാർ വന്ന അന്നത്തെ കാലം. അങ്ങനെ പ്രസവിച്ച മോളായത്. ആശാരി ഉപദേശി പുല്ലൂരി എന്നു അവർക്ക് വേണ്ടി അവിടെ കൂടെ ഇരുന്ന് ഉപവസിച്ചു. 21 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഉപവസിച്ചു. അന്ന് ഫോണൊന്നുമില്ല. 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറി വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭാര്യ പ്രസവിച്ചിട്ട് 20 ദിവസം കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോൾ കൊച്ചിനെ കണ്ടു. ഭാര്യയ്ക്ക് ഇച്ചിരി പിണക്കം ഉണ്ടായി. നിങ്ങളല്ലേ സ്തോത്രം, എൻ്റെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായെങ്കിലും സ്തോത്രം. പുള്ളി പറഞ്ഞു, എടി 7 പേര് ചത്തില്ല, നമുക്ക് കുഞ്ഞിനെയും കിട്ടി, ആർക്കും നഷ്ടം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ കേൾക്ക്. അദ്ദേഹം പറയുക പ്രസംഗത്തിൽ, ആ മോളുടെ കല്യാണം നടക്കുന്നേ. അന്ന് ഞാൻ എത്ര കരഞ്ഞെന്നറിയോ. കാരണം ഈ മോള് ജനിക്കുമ്പോൾ ഈ അമ്മയെ നോക്കാതെ, കുഞ്ഞിനെ നോക്കാതെ 7 ആത്മാക്കൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇവരെ കാലേ വീണ ഭാര്യയെ തള്ളി മാറ്റിയിട്ട് താൻ സുവിശേഷം പറഞ്ഞ് 7 പേർക്ക് വേണ്ടി രാത്രി പുല്ലൂര് പോയി കിടന്ന് 21 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ മോള് വളർന്നു, അവൾ മിടുക്കിയായി. അവളുടെ കല്യാണം നടക്കുമ്പോൾ മഴ പെയ്താൽ ഞാനിത് തീപ്പെട്ടി ഉരച്ച് കത്തിക്കും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, ആ പ്രാഗൽഭ്യം കൊണ്ട് പറഞ്ഞതാ. മഴ മാറി, അന്തരീക്ഷം തെളിഞ്ഞു, മഴ ഒരു തുള്ളി പെയ്തില്ല, കല്യാണം നടന്നു. ഇന്നും അവർ ശുശ്രൂഷ മുഖത്തുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കർത്താവിനെ മുമ്പിൽ കണ്ടാൽ പിന്നെ ദൈവത്തിൻ്റെ അധികാരം എത്ര ശക്തമായിരിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റിയല്ല. നാളെ നിന്നെ, നിന്റെ ജീവിതത്തെ, കുടുംബത്തെ, നിന്റെ തലമുറയെ ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടൻ ദ്രോഹിക്കാൻ നോക്കിയാൽ, ദൈവത്തിനു വേണ്ടി വില കൊടുത്തവരാണെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ കാല് വഴുതുന്നു എന്ന് പറഞ്ഞാൽ മതി, താങ്ങാൻ ദൈവം വരുമെന്ന്. ഇത്രയ്ക്ക് ഗ്യാരണ്ടി ആയൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥനയെ വന്നു എന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. ഈ മീറ്റിംഗ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഒരു ഹോളിനകത്ത് കൊള്ളാവുന്ന ആളുള്ളൂ. പക്ഷേ ഇതൊരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര പ്ലാനുണ്ട്. അതിന് നിങ്ങളൊന്നും ചെയ്യുന്നല്ല ഈ പറയുന്നത്. കർത്താവിനെ മുമ്പിൽ വയ്ക്കുമ്പോൾ ലൈഫ് മാറും. നിങ്ങളുടെ മേൽ ഭയങ്കര അതോറിറ്റി ദൈവത്തിനുണ്ടാവും. നിങ്ങളെ ആരില്ലാതാക്കാൻ നോക്കിയാലും ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ, നിന്നെ ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കുകയല്ല. രോഗമോ, ഞാനത് വാക്ക് ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ഇവിടെ ഞാൻ പറയുക, നിനക്കെതിരെ ഏതൊക്കെ ആഭിചാരമോ ഏത് ദുഷ്ടശക്തിയെ കൂട്ടുപിടിച്ച് നിനക്കെതിരെ നേർച്ചയോ വഴിപാടോ എന്തൊക്കെ നടത്തിയാലും ദ്രവത്വം കാണാൻ ഈ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. അതിൻ്റെ ഏറ്റവും ഡീപ്പായ വിശദീകരണങ്ങൾ നാളത്തെ സെക്ഷനിൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നാളെ നിങ്ങളാരും വരാതിരിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ അവസാനിപ്പിക്കുക. നമുക്കെല്ലാവരും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, ഞാൻ ഒത്തിരി ഫീലിങ്ങിലാണ് ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. എപ്പോഴും ഞാൻ വചനം പറയുമ്പോൾ ഒത്തിരി ഒരു ഫോർമാലിറ്റി ഇല്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ എപ്പോഴൊക്കെ ഞാൻ വചനം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആരെയൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ഒത്തിരി ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, നീ രക്ഷപ്പെടണമെന്ന് ആരെക്കാൾ അധികം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ വരെ വന്ന നീ ഒരിക്കലും വഴി പട്ടുപോകരുത്. കർത്താവ് പറയുന്നു, മുഖപക്ഷം കാണിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. അതിന് കർത്താവ് നിനക്ക് പറഞ്ഞു തരിക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയ്ക്ക് തലേ ദിവസം ടീച്ചർ വിദ്യാർത്ഥികൾ പരാജയപ്പെടരുതെന്നറിഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ അവസാനമായിട്ട് ടീച്ചർ ഒന്നോടെ പറഞ്ഞു തരാറുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിനാ ടീച്ചർ അത്ര ആത്മാർത്ഥത കാണിക്കുന്നേ? നീ തോക്കരുത്. ഇതുപോലെ കർത്താവ് ഇന്ന് രാത്രി നിന്റെ അടുക്ക് നിന്നുകൊണ്ട് പറയുക, നിന്റെ കാല് വഴുതരുത്.
നിന്നെ ആരും പീഡിപ്പിക്കരുത്. നീ ഈ തെരുവിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കരുത്. നീ ഒന്നുമില്ലാത്തവനായി പോകരുത്. അതിന് ദൈവം സമ്മതിക്കില്ല. പക്ഷെ നീ ദൈവത്തെ മുമ്പിൽ വെച്ച് കർത്താവിനോട് പറയണം, എന്നെ ലജ്ജിപ്പിക്കരുതപ്പാ. എത്ര പേർ ദൈവത്തോട് അങ്ങനെ പറയാൻ തയ്യാറാവും? ഒത്തിരി പേര് ഫേസ്ബുക്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ചർച്ചാണ് യോഗം ക്രമീകരിച്ചത്, ഇവരാണ് ഇതിന് വില മുടക്കിയത്. പക്ഷേ ദൂരത്തെവിടെയോ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്കും ഒരവസരം ലഭിച്ചു. ഞാൻ നിങ്ങളെ കൂടെ ഈ കൂടെ ചേർത്ത് പിടിക്കുക. 1000 പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും സ്ട്രോങ് മെസ്സേജ് ദൈവം തരിക. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പറയണം, ഞാൻ ഇന്ന് ആരൊക്കെ എതിർത്താലും എൻ്റെ കർത്താവിനെ 1-ാം സ്ഥാനത്ത് വെക്കുക. അങ്ങേ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചോളാം. ഞാൻ മരണം വരെയും അങ്ങേ പിരിയില്ല. ഞാൻ അങ്ങയോട് കൂടെ നിന്നോളാം. അങ്ങേ മുമ്പിൽ കണ്ടോളാം. കർത്താവേ, എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയരുത്. എൻ്റെ മേൽ അങ്ങ് പരമാധികാരം എടുക്കണമെന്ന് പറ. അങ്ങ് എൻ്റെ മേൽ പൂർണ്ണ അതോറിറ്റി അങ്ങേക്കായിരിക്കണമെന്ന് പറ. അത് ദൈവം ചെയ്യും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് കർത്തൃദാസന്മാരുടെ കയ്യിലേക്ക് കൊടുക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞ പോലെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാം, കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. നീ ദ്രവത്വം കാണില്ല. നീ ഇവിടെ ഒതുങ്ങിപ്പോകത്തില്ല. സ്വർഗം എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി ഒത്തിരി പേര് ഉള്ളത്തിൽ തൊട്ട് കരയുന്നുണ്ടപ്പ. എൻ്റെ കർത്താവ്, ഞാൻ ഈ എഴുതി വെച്ചതൊന്നും പറയേണ്ട വന്നില്ല. എൻ്റെ കർത്താവ് എല്ലാം പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റും. ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ ഒരുപാട് പേര് വരും. കർത്താവ് അത് ചെയ്യും. എൻ്റെ ദൈവത്തെ മുമ്പിൽ കണ്ട ഒത്തിരി പേര്, ഈ ചർച്ചിൻ്റെ ഹൈലൈറ്റ് അതായിരിക്കട്ടെ. യേശുവിനെ മുമ്പിൽ കണ്ടവരുടെ ഒരു വലിയ കൂട്ടമായി സഭ മാറട്ടെ കർത്താവേ. ഇന്നിവിടെ വന്നിരിക്കുന്നവരെല്ലാം അത് സ്വീകരിക്കട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കവിൾത്തടത്തിലൂടെയോ കണ്ണ് നിറഞ്ഞ മുത്തുമണി പോലെ കൺപോളകൾക്കകത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവമേ, ഈ സന്ദേശം കേട്ട് കുമിഞ്ഞു കൂടിയവരുണ്ടെങ്കിൽ അവരെ കർത്താവ് കണ്ടല്ലോ. അവരെ അനുഗ്രഹിച്ചേക്കണേ അപ്പാ. അടിയങ്ങൾ ഇവിടെ വന്നത് വെറുതെ ആകല്ലേ. സഭ എനിക്ക് വേണ്ടി മുതൽ മുടക്കി എന്നെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി കണ്ണുനീരോടെ എന്നെ ഏൽപ്പിച്ച ദൂത് ഇവിടെ വിതച്ചിട്ട് പോകുകയപ്പ. ദൈവം ഇത് ഫലം കായ്ക്കാനിടയാക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ കർത്തൃദാസന്മാർ ക്രമീകരിക്കും.